ഓക്കെ മാം, സ്റ്റാർട്ട് ചെയ്തോ. Okay. Good evening, all. ഗുഡ് കേൾക്കാമോ? ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. ഓക്കെ. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം. മൈസെൽഫ് സോന. ഞാനൊരു ടീച്ചറായിരുന്നു. ഇപ്പോൾ എംഎഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു മെന്റലിസ്റ്റ് ആണ്. മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഞാൻ വിംപിൾ അക്കാദമിയുടെ കീഴിലുള്ള പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് അറിയുന്നത് എൻ്റെ ലൈഫിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പേഴ്സൺ ആണ് അർച്ചന മാം. അപ്പോൾ അർച്ചന മാം വഴിയാണ് ഞാൻ ഈ ഒരു കോഴ്സിനെ പറ്റി അറിയുന്നത്. അപ്പം ഞാൻ മാമിനോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ഓരോ ക്ലാസ് ഫൈസൽ സാറിന്റെ ക്ലാസ് ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ഓരോ ലെസൺസ് ആണ്, അതും ലൈഫിലേക്കുള്ള ലെസൺസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരു ചെറിയ ഒരു പോയിന്റ് ആണെങ്കിൽ പോലും അത് പലർക്കും പല പോയിന്റുകളായിരിക്കും ടച്ച് ചെയ്ത് നമ്മൾക്ക് കിട്ടുക ആ ഒരു ക്ലാസ്സിൽ നിന്ന്. അപ്പം എൻ്റെ ലൈഫിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്നെ എന്തൊക്കെയോ മാറ്റി ചിന്തിപ്പിച്ച കുറച്ച് ലെസൺസ് ഈ ഒരു ട്രെയിനർ കോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. അപ്പോൾ ആ ഡ്രീമിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരാനായിട്ട് സാറ് വളരെ അധികം ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ജാസ്മിൻ മാം ആയാലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതായത് നമുക്കിപ്പോൾ ഒരു ക്ലാസ് എടുക്കാനായിട്ട് ആ ഒരു അയ്യോ എന്താ പറയുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് നമ്മളെ അത്രയും അന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞ് എന്നാൽ നമ്മുടെ പോസിറ്റീവ്സും അതുപോലെ തന്നെ നമുക്ക് ചേഞ്ച് ആക്കേണ്ട കാര്യങ്ങളും കറക്റ്റായിട്ട് പറയുമ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളെ വീണ്ടും ഒന്നും കൂടി ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ എനിക്ക് ഇപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ട് അവസരം തന്നതിന് സാറിനോട്, ഫൈസൽ സാറിനോടും, വിംപിൾ അക്കാദമിയോടും, ജാസ്മിൻ മാമിനോടും നന്ദി പറയാണ്. ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ലൈഫിലെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സിനെ കാണുന്നത് തന്നെ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സ്വന്തം സുഷിൻ സാറിനെ കുറിച്ചാണ്. സാറിനെ കുറിച്ച് എനിക്ക് 5 മിനിറ്റ് ഒന്നും പോരാ പറയാനായിട്ട്. കാരണം അത്രയും അച്ചീവ്മെന്റ്സ് ആണ് സാറിന് ഉള്ളത്. അപ്പം സാറ് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അപ്പം സാറ് ഒരു കണ്ണൂരാണ് സാറിന്റെ വീട് വരുന്നത്. സാറ് ഒരു കോപ്പറേഷൻ ട്രെയിനറാണ്, പബ്ലിക് സ്പീക്കിംഗ് കോച്ചാണ്, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്, അതുപോലെ സക്സസ്ഫുൾ ലൈഫ് കോച്ചാണ്. അദ്ദേഹം ഒരു സർട്ടിഫൈഡ് ലൈഫ് കോച്ചാണ്. 10 വർഷമായിട്ട് എന്താ പറയാ ഈ ഒരു മേഖലയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 20 to 25 വർഷമായിട്ട് അധ്യാപന ജീവിതമാണ് അദ്ദേഹം നയിച്ചിട്ടുണ്ടായിരുന്നത്. അതും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സെന്റേഴ്സിലെ ബ്രിട്ടീഷ് കരിക്കുലം ആയിരുന്നു കുട്ടികൾക്ക് എടുത്തിട്ടുണ്ടായത്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബഹ്റിൻ, ദുബായ്, സൗദി അറേബ്യ അങ്ങനത്തെ രാജ്യങ്ങളിലാണ് അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ അത് കൂടാതെ അദ്ദേഹം ഇന്ത്യൻ പബ്ലിക് സ്പീക്കിംഗ് അക്കാദമിയുടെ ഡയറക്ടർ കൂടിയാണ്. പിന്നെ ഇന്റർനാഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ ആണ്. അപ്പം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് തീരില്ല. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്തൊക്കെ 100 മണിക്കൂർ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് അദ്ദേഹം സ്പീക്കിംഗ് നടത്തിയിട്ടുണ്ട്. ഒരു 1 hour തന്നെ നമ്മൾക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അദ്ദേഹം 100 മണിക്കൂറാണ് നമുക്ക് ഈ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് A to Z കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു ഹാർഡ് വർക്കും അത് എല്ലാനും നമുക്ക് എന്താ പറയാ ശരിക്കും ഒരു മാതൃക തന്നെയാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ ഉള്ളവർക്ക്. പിന്നെ അദ്ദേഹം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പ്രൗഡ് ചെയ്യാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബാച്ച് 20 അദ്ദേഹം ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിലെ ഒരു മെമ്പർ കൂടിയാണ്. അപ്പൊ അതിലൊരു അംഗം കഴിഞ്ഞതിൽ വലിയൊരു പ്രൗഡാണ്. അപ്പോൾ സാറിന്റെ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് ദി സീക്രട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആണ്. സാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയാ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. കാരണം ആ ഒരു മണിക്കൂർ നമ്മൾക്ക് പോയതേ അറിയാൻ പറ്റില്ല. അത്രയും എനർജറ്റിക് ആയിട്ട് നമുക്ക് വേണ്ടതെല്ലാം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സാറ് നമുക്ക് പറഞ്ഞു തരും. അപ്പം സാറിനെ എത്രയും സ്നേഹത്തോടു കൂടി ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. വെൽക്കം സർ. താങ്ക് യു വെരി മച്ച് സോന മാഡം.
അതേപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഫസ്മിന മാഡം, ജിഷ മാഡം, ലിഫ്ന മാഡം, അതേപോലെ ലിസ മാഡം, അതേപോലെ നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ ജാസ്മിൻ മാഡം, അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഫേസൽ സാറിനും അതിലെ ബാച്ച് 20-ലെ എല്ലാ മെമ്പർമാർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് സീക്രട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായി സംവദിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ട്രെയിനേഴ്സ് ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ട്രെയിനർമാർക്ക് വേണ്ട ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ദേ മസ്റ്റ് നോ ദ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അല്ലേ? എന്താണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് ഇൻ ഡെപ്തിൽ അറിഞ്ഞിരിക്കണം നമ്മൾ. എന്നെങ്കിലും മാത്രമേ നമുക്ക് മറ്റുള്ള ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റൂ, ഒരു നല്ല ട്രെയിനറാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, എനിക്ക് 1 മണിക്കൂറേ ഉള്ളൂ. ഇപ്പൊ തന്നെ 10 മിനിറ്റ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പബ്ലിക് സ്പീക്കിങ്ങിന്റെ ബേസിക്സ് എന്താണെന്നും 5 P's ഓഫ് പബ്ലിക് സ്പീക്കിംഗ്, 5 Pകൾ എന്താണ് പബ്ലിക് സ്പീക്കിങ്ങിൽ എന്നും അത് എങ്ങനെയാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ അതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുമാണ്. അപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ലോകം അറിയപ്പെടുന്ന പബ്ലിക് സ്പീക്കേഴ്സായി മാറണമെന്ന് ആഗ്രഹമുണ്ട്? ആഗ്രഹമുള്ളവരെ ഒന്ന് കൈവന്തിക്കുക. എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? പക്ഷേ ഇത് ആകാൻ വേണ്ടി നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഫിയർ ആണ്, അല്ലേ? ഫിയറിന് 2 അർത്ഥമുണ്ടെന്നാണ് പറയുന്നത് സൈക്കോളജിസ്റ്റ്. ഒന്ന്, നിങ്ങൾ എല്ലാവരും പുസ്തകം എടുത്തിട്ട് ഫിയർന്ന് ഒരു ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫിയർന്ന് എഴുതിക്കോളൂ. FEAR താഴോട്ട്, FEAR താഴോട്ട് എഴുതുക. ലെഫ്റ്റ് സൈഡിൽ എഴുതുക, റൈറ്റ് സൈഡിൽ എഴുതുക. ഒരു T എന്നുള്ള ഷേപ്പ് ഉണ്ടാക്കിയിട്ട് എഴുതിയാൽ മതി. FEAR. അപ്പോൾ ഫിയറിന്റെ ആദ്യത്തെ അർത്ഥം ഫേസ് എവരിത്തിങ് ആൻഡ് റൈസ് എന്നാണ്. F ഫോർ ഫേസ്, E ഫോർ എവരിത്തിങ്, A ഫോർ ആൻഡ്, R ഫോർ റൈസ്. ഫേസ് എവരിത്തിങ് ആൻഡ് റൈസ്. മറ്റേ ഭാഗത്ത് എഴുതാം ഫോർഗെറ്റ് എവരിത്തിങ് ആൻഡ് റൺ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഒന്നാമത്തതാണോ രണ്ടാമത്തതാണോ? ഒന്നാമത്തത്. ഓക്കെ, ഫേസ് എവരിത്തിങ് ആൻഡ് റൈസ് അല്ലേ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ലേഡീസിനെ മാത്രമേ കാണുന്നുള്ളൂ, ജെൻസിൽ എവിടെ പോയി എന്ന് അറിയില്ല. അപ്പോൾ അത്ഭുതം തന്നെയാണ്. ബാച്ച് 20-ൽ 20ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ പരമാവധി നിങ്ങളുടെ മുഖം പുറത്തേക്ക് കാണിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ട്രെയിനേഴ്സും പബ്ലിക് സ്പീക്കേഴ്സും ആവേണ്ട ആളുകളാണ്. അപ്പോൾ യു മസ്റ്റ് ഷോ യുവർ ഫേസസ്, എസ്പെഷ്യലി വെൻ യു ആർ സിറ്റിംഗ് in a public speaking class. Please try to do that. If it is difficult, no problem. But if it is possible, please do that. Okay. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീൻ ഷെയറിംഗിലേക്ക് പോകാം. ഇപ്പോൾ കാണാമോ? സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാമോ? യെസ് കാണാം. Yes. Can you please read that? Anybody? സീക്രട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. വെരി ഗുഡ്. സീക്രട്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക് സ്പീക്കിങ്ങിന്റെ രഹസ്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അതിനു മുന്നേ നമ്മളൊക്കെ പബ്ലിക് സ്പീക്കേഴ്സ് ആണല്ലോ. നമ്മൾ പബ്ലിക് സ്പീക്കേഴ്സ് ആയ ആളുകൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണം. മനസ്സിനെ ശാന്തമാക്കി സന്തോഷത്തോടു കൂടി വേണം ഒരു പ്രോഗ്രാമിൽ ഇരിക്കാൻ. അതിനുവേണ്ടി നമുക്കൊരു സാധാരണഗതി ഞാൻ മെഡിറ്റേഷനാണ് കൊടുക്കാറ്. ഒരു 7 മിനിറ്റ്സ് മെഡിറ്റേഷനാണ്. പക്ഷേ സമയക്കുറവ് കാരണം നമ്മൾ അതൊരു ബ്രീത്തിങ് എക്സസൈസിൽ ചുരുക്കുകയാണ്. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? നിങ്ങൾ റെസ്പോണ്ട് ചെയ്തോളൂ, എന്നോട് ഒന്നും പേടിക്കണ്ട. നിങ്ങളോട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. അപ്പോൾ റെസ്പോണ്ട് ചെയ്യണം. ഫാസ്മ മാഡം ഒക്കെ തുറന്നു വെച്ചോളൂ. നമ്മൾ മരിച്ചിനോ ജീവിച്ചിരിക്കുന്നത് എങ്ങനെ മനസ്സിലാവും? മൂക്കിന്റെ ഇവിടെ തൊട്ട് നോക്കിയാൽ മതി അല്ലേ? ഇവിടെ ശ്വാസം വരുന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും അല്ലേ? ജീവിതം എന്ന് പറയുന്നത് 2 അക്ഷരങ്ങളുടെ നടുവിലുള്ള ഒരു അഭ്യാസമാണെന്നാണ് പറയുന്നത്. അതായത് ബീന്റെയും അല്ലേ
ഡിന്റെയും നടുവിലുള്ള ഒരു അഭ്യാസമാണ് ജീവിതം എന്ന് പറയുകയാണ്. ബി മീൻസ് ബർത്ത്, ഡി മീൻസ് ഡെത്ത്. അതായത് ബർത്തിന്റെയും ഡെത്തിന്റെയും നടുവിലുള്ള ഒരു അഭ്യാസമാണ്, ഒരു അക്ഷരമാണ് ജീവിതം. എന്താണ് അപ്പോൾ സി എന്താണ്? ബി മീൻസ് ബർത്ത്, ഡി മീൻസ് ഡെത്ത്. വാട്ട് ഈസ് സി? സോന മാഡം എന്താണ് സി? സോന മാഡം പറയൂ. സി ബി എന്തായിരിക്കും? ഡെത്ത് ആണ്, ബി ബർത്ത് ആണ്. സി മീൻസ് പ്രസന്റ് ആണോ ഇപ്പോഴത്തെ? സി മീൻസ് ചോയ്സ്. നമുക്ക് വി ക്യാൻ ചൂസ്. നമുക്കൊരു നല്ല പബ്ലിക് സ്പീക്കർ ആവണമെന്ന് വേണ്ടിക്ക് ചൂസ് ചെയ്യാം, അല്ലെ? ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാം, അല്ലെ? ജീവിതത്തിൽ വിജയിക്കാം അല്ലെങ്കിൽ പരാജയപ്പെടാം. അപ്പോ ദാറ്റ്സ് അവർ ചോയ്സ്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നല്ല പബ്ലിക് സ്പീക്കേഴ്സ് ആവാം, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരായി നമുക്ക് ജീവിച്ച് അങ്ങനെ മരിച്ചു പോകാം, അല്ലേ? അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കണ്ണുകൾ അടക്കാൻ പോവാണ്. കണ്ണുകൾ അടച്ച് ഒരു ചെറിയ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തതിന് ശേഷം വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ പ്രോഗ്രാം. അപ്പോൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കണം. മുഖത്ത് ഒരു പുഞ്ചിരി വിടരണം. മുഖം ഒരു വെളുത്ത പനിനീർ പുഷ്പം പോലെ ആവട്ടെ. എല്ലാവരും ഒന്ന് ചിരിക്കുക, സമാധാനത്തോടെ ഒന്ന് ചിരിക്കുക. ഓക്കെ. എന്നിട്ട് ഞാൻ ബ്രീത്ത് ഇൻ എന്ന് പറയുമ്പോൾ ഒരു ഇളം തണുപ്പുള്ള വായു മൂക്കിൽ കൂടി ഉള്ളിലേക്ക് പോകുന്നതായും, അതോടുകൂടി സ്നേഹം, ദയ, സാഹോദര്യം, പോസിറ്റീവ് ചിന്തകൾ ഉള്ളിലേക്ക് പോകുന്നതായും, ഹോൾഡ് എന്ന് പറയുമ്പോൾ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 2 3 4 എന്ന് എണ്ണിക്കൊണ്ട് ഒരു ഇളം ചൂടുള്ള വായു പുറത്തേക്ക് പോകുന്നതായും, അതോടുകൂടി നമ്മുടെ പക, വിദ്വേഷം, വെറുപ്പ്, നെഗറ്റീവ് ചിന്തകൾ, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും ഒരു കറുത്ത പുകയായി പുറത്തേക്ക് പോകുന്നതായി മനസ്സിൽ കാണും. അപ്പോ നട്ടിൽ നിവർത്തിയിരിക്കാം. എല്ലാവരും ഹാപ്പി ആണല്ലോ? ആർ യു ഹാപ്പി? യെസ്. അപ്പോ ഒന്ന് ചിരിച്ചുകൊണ്ട് ഇരിക്കാം. കണ്ണുകൾ മനസ്സിന്റെ ജാലകങ്ങളായ നിങ്ങളുടെ സുന്ദരമായ കണ്ണുകൾ സാവകാശം അടക്കാം. ബ്രീത്ത് ഇൻ 1 2 3. ഹോൾഡ് 1 2 3. ബ്രീത്ത് ഔട്ട് 1 2 3 4. Again. Breathe in, hold, breathe out. Relax, relax, relax. 3. ഒരു ഇളം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. അതോടുകൂടി സ്നേഹം, ദയ, സാഹോദര്യം എല്ലാം ഉള്ളിലേക്ക് പോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അത് ഹോൾഡ് ചെയ്യാം. ബ്രീത്ത് ഔട്ട്. ഒരു ഇളം ചൂടുള്ള വായു പുറത്തേക്ക് പോവുകയും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സംഘർഷങ്ങളും, പക, വിദ്വേഷം, വെറുപ്പ്, മറ്റ് നെഗറ്റീവ് ചിന്തകൾ പുറത്തേക്ക് പോകുന്നതായി നിങ്ങൾക്ക് കാണാം. Again, finally, breathe in, hold, breathe out, relax, relax, relax. ഇനി കൈകൾ കൂപ്പി സ്നേഹിതന്മാരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് kindly open your eyes, please. Thank you. How you feel? Sona madam, എങ്ങനെയുണ്ടായിരുന്നു? Do you enjoy it? Good feel. Yes, I am enjoyed. Wonderful. Very good. Great. Okay. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്താണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് ഒന്ന് നമുക്ക് ആരാണ് വായിക്കാതെ? Somebody can read that, please. Fasima madam. Public speaking is delivering a speech or presentation to a live audience. Public speaking aims to inform, persuade, entertain, or inspire. Very good, very good. Thank you. അതായത് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് വി ആർ പ്രസന്റിംഗ് ടു എൻ ഓഡിയൻസ്. വി ക്യാൻ പെർസ്വേഡ് ദം, ഓർ വി ക്യാൻ ഇൻഫോം ദം, ഓർ വി ക്യാൻ എന്റർടൈൻ ദം, ഓർ വി ക്യാൻ ഇൻസ്പയർ ദം, ഓർ വി ക്യാൻ മോട്ടിവേറ്റ് ദം. ഏകദേശം 54 തരം ടൈപ്പ് പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ 2 വീഡിയോസ് 100 മണിക്കൂർ വരുന്ന പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ യൂട്യൂബിലുണ്ട്. ശ്രീശൻ തയ്യിൽ പബ്ലിക് സ്പീക്കിംഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം. ഫ്രീ ആണത്. കേരളത്തിലെ ഒരു ട്രെയിനറും ഫ്രീ ആയിട്ട് പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ്സുകൾ കൊടുക്കാറില്ല. ഫ്രീ ആയിട്ട് 100 മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ട്. അതിൽ ടൈപ്പ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന 2 വീഡിയോസ് ഉണ്ട്, ഏകദേശം 4 മണിക്കൂർ വരുന്നത്.
അതിൽ 54 തരം പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. സോ യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് ആൻഡ് യു ക്യാൻ ലിസൺ. ഓക്കെ, അപ്പോൾ എന്താണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ഒരു സജഷൻ പറയാനുണ്ടോ? ജിഷ മാഡത്തിനോ ബിന്ദു മാഡത്തിനോ എന്തെങ്കിലും എന്താണ് പബ്ലിക് സ്പീക്കിംഗ് എന്നതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി എന്താണ്? എനിബഡി? ഒരു ഓഡിയൻസിന്റെ മുൻപിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാ പബ്ലിക് സ്പീക്കിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്, ഗ്രേറ്റ്, താങ്ക് യു. ഓക്കെ, അപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ ഈസ് ദ മോഡേൺ ഫാദർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. അദ്ദേഹത്തിന്റെ ഒരു 3 കോൺസെപ്റ്റ് ആണ് എത്തോസ്, പാത്തോസ് ആൻഡ് ലോഗോസ് എന്ന് പറയുന്നത്. വി കോൾ ഇറ്റ് പില്ലേഴ്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് പെർsuasion. അതായത് സ്പീക്കേഴ്സിന് ഒരു ക്രെഡിബിലിറ്റി വേണം, സംസാരിക്കുമ്പോൾ ഒരു ട്രസ്റ്റ് വർത്തിനെസ് വേണം, ഒരു എത്തിക്സ് വേണം എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ ലോക്കൽ റീസണിങ്, ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ് ആൻഡ് ഇൻഫർമേഷൻ ഷുഡ് ബി ദർ. ആൻഡ് പാത്തോസ് മീൻസ് ദർ മസ്റ്റ് ബി സം ഇമോഷൻസ് and audience empathy and inspiration should be there when we are speaking. So this is the basic of public speaking എന്നാണ് പബ്ലിക് സ്പീക്കിങ്ങിന്റെ പിതാവായ അരിസ്റ്റോട്ടിൽ നമ്മോട് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും തോന്നും, എന്തിനാണ് നമ്മൾ ഈ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കുന്നത്? ഇതാരാണെന്ന് വായിക്കാൻ പോകുന്നത്? പ്ലീസ്, ഐ വാണ്ട് എവരിബഡി ടു ഇൻവോൾവ് ആൻഡ് ഓപ്പൺ യുവർ ക്യാമറാസ് പ്ലീസ്. ബിന്ദു മാഡം പറ്റുമെങ്കിൽ ഒന്ന് ക്യാമറ ഓപ്പൺ ചെയ്തോളൂ, നമുക്ക് അറുമാദിക്കാം 1 മണിക്കൂർ. So just give me 5 minutes. I'll be with my camera on. I'm just finishing a task. ഗ്രേറ്റ്, വണ്ടർഫുൾ, വണ്ടർഫുൾ. മറ്റുള്ളവർക്കെല്ലാം കഴിയുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ക്യാമറ ഓപ്പൺ ചെയ്യാം. ഇതിൽ ജെൻസ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് പിന്നെ ജെൻസിനെ കാണുന്നുണ്ട്, ഫേസൽ സാർ. നിങ്ങളെല്ലാം പരമാവധി ക്യാമറ ഓപ്പൺ ചെയ്യണം. ഞാൻ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു ഇന്ററാക്റ്റീവ് ട്രെയിനിങ് കൂടിയാണിത്. അപ്പോൾ കൈൻഡ്ലി ഓപ്പൺ ഇഫ് യു ആർ ഫ്രീ ആൻഡ് കൈൻഡ്ലി ഓപ്പൺ യുവർ ക്യാമറാസ് പ്ലീസ്. ഓക്കെ, അപ്പോൾ വൈ ടു ടേക്ക് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ്? ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനും, അതേപോലെ ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ തന്നെ മാറ്റിമറിക്കാം. ഇഫ് യു ക്യാൻ സ്പീക്ക് യു ക്യാൻ ഇൻഫ്ലുവൻസ്, ഇഫ് യു ക്യാൻ ഇൻഫ്ലുവൻസ് യു ക്യാൻ ചേഞ്ച് ലൈഫ്സ് എന്നാണ്. അതായത് നിങ്ങളൊരു പബ്ലിക് സ്പീക്കർ ആയാൽ നിങ്ങൾക്ക് ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്താൽ മനുഷ്യന്മാരെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. മഹാത്മാഗാന്ധിയുടെ പ്രസംഗങ്ങളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതേപോലെ മാവോ സേതുങ്ങിന്റെ പ്രസംഗങ്ങൾ കൊണ്ടാണ് നവീനമായ ചൈന ഉണ്ടായിരിക്കുന്നത്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗങ്ങൾ കൊണ്ടാണ് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരന് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ നമ്മൾ ലോകത്തെ പരിശോധിക്കുകയാണെങ്കിൽ വിരലിലുണ്ടാവുന്ന ചില ആളുകളും ആണ് ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തിയത്. ഈ മാറ്റങ്ങൾ വരുത്തിയത് ആളുകളിൽ 99% പബ്ലിക് സ്പീക്കേഴ്സ് ആയിരുന്നു. അപ്പോൾ ലെറ്റ് us ഗോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇഫ് യു ക്യാൻ സ്പീക്ക് യു ക്യാൻ ഇൻഫ്ലുവൻസ്, ഇഫ് യു ക്യാൻ ഇൻഫ്ലുവൻസ് യു ക്യാൻ ചേഞ്ച് ലൈഫ്സ് എന്നാണ്, അല്ലേ? അതായത് നമുക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ലോകത്തെ തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇദ്ദേഹം. ആരാണിത് പറയാമോ? ഹു ഈസ് ദിസ്? ഫൈസൽ സാർ, ആരാണിത്? ഫൈസൽ സാർ പറഞ്ഞോളൂ, മൈക്ക് ഓപ്പൺ ചെയ്തോളൂ. നമ്മുടെ ഗ്രേറ്റ് മഹാത്മാഗാന്ധി അല്ലേ? മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. അപ്പോൾ പ്രസംഗത്തിന്റെ ആ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഇമ്പോർട്ടൻസ് ഓഫ് സ്പീച്ച്. അതേപോലെ മാർട്ടിൻ ലൂതർ കിങ്, ഇദ്ദേഹത്തെ ആർക്ക് അറിയാം? മാർട്ടിൻ ലൂതർ കിങ്ങിനെ കുറിച്ച് 2 വാക്ക് പറയാമോ ഫൈസൽ സാർ? അല്ലെങ്കിൽ വേറെ ആർക്ക് സംസാരിക്കാൻ പറ്റുന്നവർക്ക് സംസാരിക്കാം. എനിഹൗ, സമയം പോകുന്നത് കൊണ്ട് ഞാൻ ഇന്ററാക്ഷൻ കുറച്ച് കുറക്കുകയാണ്. അതായത് ഇഫ് യു കാൻ റൺ യു ക്യാൻ if you can't fly you can run, if you can run you can walk, if you can walk you can crawl, whatever it may be you must go ahead എന്ന് പറഞ്ഞ മഹാനായ മാർട്ടിൻ ലൂതർ കിങ്. അതായത് നിങ്ങൾക്ക് പറക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഓടുക, നിങ്ങൾക്ക് ഓടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നടക്കുക, നിങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇഴയുക. എങ്ങനെയായാലും നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ട്രെയിനർമാരായി ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട്, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സാധാരണഗതിയിൽ ട്രെയിനിങ്ങിനും പബ്ലിക് സ്പീക്കിങ്ങിനും വന്നാൽ ആദ്യത്തെ ആഴ്ച പോകും. നമ്മൾ ജിമ്മിലൊക്കെ പോയാൽ ആദ്യത്തെ ആഴ്ച ഭയങ്കര തിരക്കായിരിക്കും.
ഞാൻ ഈ പ്രാവശ്യം ജാനുവരിയിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ജിമ്മിൽ പോയി. ആദ്യത്തെ ഒരാഴ്ചയെ പോയുള്ളൂ, പിന്നെ ഇതുവരെ പോയില്ല. അപ്പോൾ ആദ്യം കൊടുത്ത ഫീസ് ഇറ്റ്സ് ഓൾറെഡി ഗോൺ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിലായാലും ട്രെയിനിങ്ങിലായാലും നമ്മൾ ആദ്യം പോകും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പറക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഓടുക, നിങ്ങൾക്ക് ഓടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നടക്കുക, നിങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എഴയുക. എങ്ങനെയായാലും നിങ്ങൾ പബ്ലിക് സ്പീക്കിങ്ങിലും അതേപോലെ ട്രെയിനിങ്ങിലും മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. നിങ്ങളെ സഹായിക്കാനായി നമ്മളെ പ്രിയപ്പെട്ട ജാസ്മിൻ മാഡം ഇവിടെ ഇരിക്കുന്നുണ്ട്, അതേപോലെ ഫേസൽ സാറുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ ലെറ്റ് us ഗോ ഫോർ മാവോ സേതു. ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണ് ഇന്നത്തെ ചൈന ഉണ്ടാക്കിയതിന്റെ പിന്നിൽ മാവോ സേതുങ്ങിന്റെ പ്രസംഗങ്ങളാണ്. അതേപോലെ ഇദ്ദേഹത്തെ അറിയോ ആർക്കെങ്കിലും? ബിന്ദു മാഡം, ഡു യു നോ ദിസ് പേഴ്സൺ? Kofi Annan, is it? അല്ല, വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നെൽസൺ മണ്ടേല. അല്ലേ? അതെ അതെ, ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണ് ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ സാധിച്ചത്. അപ്പോൾ പ്രസംഗങ്ങളുടെ പ്രാധാന്യമാണ് ഞാൻ പറയുന്നത്. ഇദ്ദേഹത്തെ അറിയുന്ന അത്ര പേരുണ്ട് ഇവിടെ. അനീസ മാഡം, ഇദ്ദേഹത്തെ അറിയോ? ഫൈസൽ സാറിന് അറിയോ? അറിയാം. VK സുരേഷ് ബാബു നല്ലൊരു മോട്ടിവേറ്ററാണ്. മോട്ടിവേറ്റർ. കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ സ്പീക്കറാണ് സുരേഷ് ബാബു. നല്ല കവിതകളൊക്കെ ചൊല്ലിയിട്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലതാണ്. അതെ, ആയിരക്കണക്കിന് വീഡിയോസ് അദ്ദേഹത്തിന് ഉണ്ട്. ഇദ്ദേഹമാണ് ഒരു 4 വർഷം മുന്നേ ഇന്ത്യൻ പബ്ലിക് സ്പീക്കിംഗ് അക്കാഡമി എന്ന് പറയുന്ന എൻ്റെ അക്കാഡമി ഉദ്ഘാടനം ചെയ്തത് സുരേഷ് ബാബു സാറാണ്. എൻ്റെ വളരെ അടുത്തൊരു സ്നേഹിതനും കൂടിയാണ് സുരേഷ് ബാബു സാർ. പ്രസംഗം എങ്ങനെ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സുരേഷ് ബാബു സാറിൻ്റെ സ്പീച്ചസ് കേൾക്കണം. പ്ലീസ് ലിസൺ ടു ഹിം. അതേപോലെ ഇദ്ദേഹത്തെ അറിയുന്ന എത്ര പേരുണ്ട്? ബിന്ദു മാഡത്തിന് ഇദ്ദേഹത്തെ അറിയുന്ന എനിക്ക് തോന്നുന്നത്. ബിന്ദു മാഡം, ഹു ഈസ് ദിസ്? എനിബഡി? പബ്ലിക് സ്പീക്കിംഗ് അറിയുന്ന ട്രെയിനർമാർ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ട്രെയിനറാണ്. ഒരു ക്ലൂ തരാം. ആരാണ് പറയാ? ലാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സ്പീച്ച് ഓഫ് സന്ദീപ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കിട്ടും. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന, അതായത് 10,000-കണക്കിന് ആളുകൾ ഉണ്ടാവും. ഒരു പൂഴി മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞാൽ, ഒരു മൊട്ടുസൂചി വീണാൽ അത് അറിയും. അത്രയും നല്ലൊരു ഒരു പ്രാസംഗികനാണ് സന്ദീപ്. അപ്പോ പ്ലീസ് റൈറ്റ് ഡൗൺ ലാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സ്പീച്ച് ഓഫ് സന്ദീപ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. കോടിക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോ ആണിത്. നല്ല പബ്ലിക് സ്പീക്കേഴ്സായ നിങ്ങൾ തീർച്ചയായും ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിരിക്കണം. സന്ദീപ് മഹേശ്വരി, ലാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സ്പീച്ച് ഓഫ് സന്ദീപ് മഹേശ്വരി. 2 കോടിക്ക് മേലെ ആളുകൾ കണ്ട വീഡിയോ ആണിത്. അത് പബ്ലിക് സ്പീക്കേഴ്സും ട്രെയിനേഴ്സും ആയ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കണം. ഓക്കെ, ഇദ്ദേഹത്തെ അറിയോ ആർക്കെങ്കിലും? ഫൈസൽ സാർ. ഇദ്ദേഹമാണ് മുഹമ്മദ് ഖത്താനി. ആദ്യമായി വേൾഡ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന 100 വർഷമായിരിക്കുന്ന സംഘടനയാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ്. പബ്ലിക് സ്പീക്കിംഗ്, ലോകത്തിലെ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുന്ന 100 വർഷം പ്രായമുള്ള ഒരു NGO ആണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ്. ലോകത്തിൽ ഏകദേശം 132 രാജ്യങ്ങളിലായിട്ടുണ്ട്, ഇന്ത്യയിലും വിപുലമായിട്ടുണ്ട്. അവരാണ് വേൾഡ് ചാമ്പ്യന്മാരെ, പബ്ലിക് സ്പീക്കിങ്ങിന്റെ വേൾഡ് ചാമ്പ്യന്മാരെ സെലക്ട് ചെയ്യുന്നത്. 2015 ഞാൻ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ സൗദി അറേബ്യയുടെ വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന അദ്ദേഹമാണ്. നമ്മൾ ഒരേ ക്ലബ്ബിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും കൂടിയാണ്, എൻ്റെ മെന്ററും കൂടിയാണ് മുഹമ്മദ് അൽ ഖത്താനി. ഇദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായ സ്പീച്ചാണ് ദ പവർ ഓഫ് വേർഡ്സ്. ദയവേത് നിങ്ങൾ ഇത് കേട്ടിരിക്കണം, എഴുതി വെക്കണം അവിടെ. ദ പവർ ഓഫ് വേർഡ്സ് ഓഫ് മുഹമ്മദ് ഖത്താനി, 2015 വേൾഡ് ചാമ്പ്യൻ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ഇദ്ദേഹം എൻ്റെ മെന്ററാണ്. എല്ലാ മാസത്തിലും എന്നെ വിളിക്കാറുണ്ട്. ഈസ് വൺ ഓഫ് ദ വേൾഡ് ചാമ്പ്യൻ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. അപ്പോൾ ഞാൻ അവിടെ സൗദി അറേബ്യയിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് സെന്ററുകളിൽ അധ്യാപകനായിരിക്കുന്ന സമയത്ത് ഞാൻ അറബി കുട്ടികളെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിലേറ്റീവിനെയും എനിക്ക് പഠിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൈൻഡ്ലി നിങ്ങളെല്ലാം പബ്ലിക് സ്പീക്കേഴ്സും ട്രെയിനേഴ്സും ആയ നിങ്ങൾ തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിരിക്കണം.
The Power of Words by Mohammad Khatani, the world champion of 2015. ഓക്കെ, ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. അതായത് വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്നത് എൻ്റെ സീക്രട്ടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് 5 P's ആണെന്ന് ഞാൻ പറയും. അതായത് എങ്ങനെ ഒരു സ്പീച്ച് പ്ലാൻ ചെയ്യണം, എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ അത് പോളിഷ് ചെയ്യണം, എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം എന്ന് അറിയാതെ നമ്മൾ സ്റ്റേജിൽ മേൽ കയറാൻ പാടില്ല. നമുക്കൊക്കെ ഭയങ്കര പേടിയാണ് അല്ലേ? എന്താണ്, വാട്ട് ഇസ് ദ റീസൺ ഓഫ് ഫിയർ? നമ്മൾ വെറുതെ പേടിക്കാണ്. 2 തരം മനുഷ്യരാണ് ഈ ലോകത്തുള്ളതെന്ന് പറയുന്നത്. ഒന്ന് എയും ഒന്ന് ബിയും ആണ്. എ എന്ന് വേണമെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ. 2 type of people in this world. So the left side you write A and the right side you write B. എന്റെ അടിയിൽ എഴുതിക്കോളൂ 1, 2, 3. എ ജനിക്കുന്നു, ഈസ് ബോൺ. എ ജനിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ഹി സെറ്റ് ഗോൾസ് ആൻഡ് ബിക്കം സക്സസ്ഫുൾ ഇൻ ഹിസ് ലൈഫ്. ഇൻ ദ തേർഡ് പ്രോസസ് ഈസ് ഡെത്ത്. അദ്ദേഹം മരിച്ചു പോകും. അതേസമയം ബിയും ജനിക്കുന്നു, ബിന്റെ സൈഡിൽ ബോൺ. രണ്ടാമത്തതിൽ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? WOPT എന്ന് ചിന്തിക്കുന്നു. അവസാനം അദ്ദേഹവും മരിച്ചു പോകുന്നു. ഡെത്ത്, ബർത്ത്, WOPT, ഡെത്ത്. എന്താണ് ഈ WOPT? ഫേസൽ സാറിന് അറിയാമോ എന്താണ് WOPT? അല്ലെങ്കിൽ ബിന്ദു മേഡം ആരാ പറയാ? ആർക്കെങ്കിലും അറിയുന്ന? യെസ്, അതായത് വാട്ട് അതർ പീപ്പിൾ തിങ്ക്. WOPT, വാട്ട് അതർ പീപ്പിൾ തിങ്ക്. എന്താണ് മറ്റുള്ളവൻ വിചാരിക്കുക എന്ന് വിചാരിച്ച് ജീവിക്കുകയും മരിച്ചു പോകുകയും ചെയ്യുന്ന ആളുകളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഞാൻ ലോകത്തിന്റെ നാനാഭാഗത്തും ജോലി ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഈ WOPT എന്ന് പറയുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. വാട്ട് അതർ പീപ്പിൾ തിങ്ക്. നമ്മളെ പബ്ലിക് സ്പീക്കിംഗ് ഫിയറിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ WOPT ആണ്. ഇത് മാറ്റണമെങ്കിൽ നമുക്കൊരു SW4 ഫോർമുലയുണ്ട്. എന്താണ് SW4 ഫോർമുല? ജിഷ മാഡം അറിയാമോ SW4 ഫോർമുല എന്താണെന്ന്? SW4 എന്ന് പറയുന്നത് നമ്മൾ ഫോർ എക്സാമ്പിൾ ലോകത്തിലെ ഏറ്റവും വലിയ റിജക്ഷൻ ജോബാണ് സെയിൽസ്. അപ്പോൾ സെയിൽസിൽ ഇൻഷുറൻസ് ഏജന്റുമാർ ആരും കൊണ്ടോ ഇതിൽ ഇൻഷുറൻസ് ഏജന്റുമാരോ സെയിൽസ് ചെയ്യുന്നവരും. അപ്പോൾ നമുക്കറിയാം 5-10 പ്രാവശ്യം പോയാൽ നമ്മളെ മുന്നിൽ വാതിൽ കൊട്ടി അടക്കും. പറയും നിങ്ങളെ പ്രോഡക്റ്റ് എനിക്ക് വേണ്ട, നിങ്ങളെ പ്രസംഗം എനിക്ക് കേൾക്കണ്ട. പക്ഷേ നമ്മൾക്ക് SW4 എന്ന മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിലെ എന്ത് നെഗറ്റീവിനെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. SW4 ആദ്യത്തെ SW1 എന്ന് പറയുന്നത് സം വിൽ എന്നാണ്. SW1 മീൻസ് സം വിൽ. SW2 മീൻസ് സം വോണ്ട്. ചില ആള് നമ്മളെ പ്രോഡക്റ്റ് വാങ്ങൂല, ചില ആള് നമ്മളെ പ്രോഡക്റ്റ് വാങ്ങും അല്ലേ? സം വിൽ, സം വോണ്ട്. SW3 എന്ന് പറയുന്നത് സോ വാട്ട്. അവൻ വാങ്ങിയില്ലെങ്കിൽ എന്താ എനിക്ക്, അവൻ എൻ്റെ പ്രസംഗം കേട്ടില്ലേ എനിക്കെന്താ. അതേപോലെ നാലാമത്താണ് സംബഡി ഈസ് വെയിറ്റിംഗ്. SW4 എന്ന് പറയുന്നത് സംബഡി ഈസ് വെയിറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ട് നടന്നില്ലെങ്കിൽ നമ്മൾക്ക് ഈ WOPT കൊണ്ട് നമ്മൾ നശിച്ചു. അതുകൊണ്ട് സംബഡി ഈസ് വെയിറ്റിംഗ്. കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ ലോകത്ത് ശ്രീശന്റെ പ്രസംഗം കേൾക്കാൻ എവിടെയോ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ ഡിജിറ്റൽ വേൾഡിലാണ് താമസിക്കുന്നത്. ഞാൻ ഇന്ന് നാളെ ഒരു പബ്ലിക് സ്പീക്കിങ്ങിന്റെ ക്ലാസ് ഇട്ടാൽ ലോകം മുഴുവൻ അതറിയും. അതിൽ ഏതോ ഒരാൾ എവിടെയോ എൻ്റെ പ്രസംഗം കേൾക്കാൻ കാത്തു നിൽക്കും അല്ലേ? അപ്പോൾ ഫിയറിനെ നമുക്ക് ഒഴിവാക്കാനുള്ള വഴിയാണ് WOPT, ഒഴിവാക്കാനുള്ള വഴിയാണ് SW4. അപ്പോൾ ഇന്ന് മുതൽ യു പ്ലീസ് യൂസ് SW4 ടെക്നിക്. ഓക്കെ, അപ്പോൾ നാലാമത്തത് പോളിഷ് ചെയ്യുക. അതായത് ആദ്യത്തെ പ്ലാൻ ചെയ്യുക, രണ്ടാമത് പ്രിപ്പയർ ചെയ്യുക, മൂന്നാമത് പ്രാക്ടീസ് ചെയ്യുക, നാലാമത് പോളിഷ് ചെയ്യുക, അഞ്ചാമത് പ്രസന്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ മെയിൻ സീക്രട്ട് ഐ ആം ഡിസ്കസിങ് ടുഡേ. സോ ലെറ്റ് us ഗോ അഹെഡ്. എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഒരു സ്പീച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ എന്ന് പറയുന്നത് നോളജ്. ഒരു പാഷനേറ്റ് ആയ ഒരു വിഷയമായിരിക്കണം, നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരു വിഷയമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നോളജബിൾ ആൻഡ് പാഷനേറ്റ്. ആൻഡ് പർപ്പസ്, ഈസ് ഇറ്റ് ടു ഇൻഫോം, പെർസ്വേഡ് ഓർ ഇൻസ്പയർ. അത് ഓഡിയൻസിനെ ഇൻഫോം ചെയ്യാനാണോ, പെർസ്വേഡ് ചെയ്യാനാണോ, ഇൻസ്പയർ ചെയ്യാനാണോ, എന്റർടൈൻ ചെയ്യാനാണോ, മോട്ടിവേറ്റ് ചെയ്യാനാണോ എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. മൂന്നാമതായി ഓഡിയൻസ് അനാലിസിസ്. ആരോടാണ് സംസാരിക്കുന്നത്? വാട്ട് ടു സ്പീക്ക്, വൈ ടു സ്പീക്ക്, whom to speak, where to speak, how to speak.
5 wives and 1 husband എന്ന് പറയും നമ്മൾ അതിന്, അല്ലേ? The theory in public speaking is 5 wives and 1 husband. Means അതാണ് 5 wives. W ൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ടാണ് 5 wives എന്ന് പറയുന്നത്. W, ആദ്യത്തെ W, what to speak, why to speak, when to speak, where to speak, whom to speak എന്ന് അറിയാതെ നമ്മൾ സ്റ്റേജിൽ കയറാൻ പാടില്ല. അതേപോലെയാണ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഹൗ ടു സ്പീക്ക് എന്നാണ്. അവസാനമായി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ നമ്മളെ ഓഡിയൻസ് ആരാണ്? നമ്മൾ നഴ്സറി സ്കൂളിലെ കുട്ടികളാണോ, അല്ല ഹെഡ്മാഷാണോ, അല്ല കളക്ടർമാരാണോ, ആരോടാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം. And then finally message, key takeaway from your speech. എന്താണ് നമ്മുടെ കീ ടേക്ക് അവേ എന്ന് നമുക്ക് ആദ്യമേ പറയാൻ പറ്റണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു സീക്രട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആണ് എൻ്റെ കീ ടേക്ക് അവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്പീച്ച് തുടങ്ങിയത്, അല്ലേ? ഓക്കെ, അപ്പോൾ പ്ലാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? പ്ലാനിങ്ങിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഫൈസൽ സാർ, എന്തെങ്കിലും സംശയം ഉണ്ടോ? പ്ലാനിങ് പ്രോസസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ. താങ്ക് യു വെരി മച്ച്. പിന്നെ രണ്ടാമത്തെ പ്രോസസ്സാണ് പ്രിപ്പയർ അല്ലേ? പ്രിപ്പയർ ചെയ്യുക നമുക്കെല്ലാം അറിയാം. OBC ആണ് നമ്മുടെ ഒരു മെത്തേഡ് പ്രിപ്പറേഷൻ്റെ. OBC എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് കാസ്റ്റ് അല്ല, അല്ലേ? OBC മീൻസ് O for ഓപ്പണിംഗ്, B for ബോഡി, C for കൺക്ലൂഷൻ. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ തുടക്കം, അടക്കം, ഒടുക്കം. ഈ രൂപത്തിൽ വേണം നമ്മൾ ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ. There must be an introduction, there must be a body, and there must be a conclusion. That is what all about preparation. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വിഷ്വൽ എയ്ഡ്സ്, PPT ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണിത്. ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ PPT ആണ്. അപ്പോൾ നമ്മൾ അത് റിസർച്ച് ചെയ്തിരിക്കുക. അതേപോലെ നമ്മൾ OBC മെത്തേഡിലാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. വിഷ്വൽ എയ്ഡ്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മൂന്നാമത്തെ P ആണ് പ്രാക്ടീസ്, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അനീസ മാഡം പറയാൻ പറ്റുമോ? നമ്മൾ എങ്ങനെയാണ് ഒരു സ്പീച്ച് പ്രാക്ടീസ് ചെയ്തേണ്ടത്? ഏതെങ്കിലും ഒരു വഴി പറഞ്ഞാൽ മതി. നമ്മൾ ചെറിയ ചെറിയ വോയിസുകളായിട്ട് തുടങ്ങുക. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് പല വിധത്തിൽ പ്രാക്ടീസ് ചെയ്യാം. ഒന്ന്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. രണ്ട്, നമ്മുടെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. മൂന്ന്, നമുക്ക് വീഡിയോ നമ്മുടെ എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യാം. സോ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആൻഡ് റെക്കോർഡിംഗ്. ആൻഡ് വി ഹാവ് ടു ഒബ്സർവ് അവർ ജസ്റ്റേഴ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ആൻഡ് we want to know our volume and the way how we are presenting it, and the timings also. When you are practicing, please take care of these 4 things. ഓക്കെ, ആർക്കെങ്കിലും ഇതിൽ സംശയമുണ്ടോ? പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നാലാമത്തെ പ്രോസസ്സാണ് പോളിഷ്. നാലാമത്തെ സീക്രട്ട് ആണ് പബ്ലിക് സ്പീക്കിങ്ങിൽ പോളിഷ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ റെക്കോർഡ് ചെയ്ത സ്പീച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് കേട്ട് നോക്കണം. കേട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഏരിയാസിൽ പ്രോബ്ലം ഉണ്ട്, എൻ്റെ ബോഡി ലാംഗ്വേജിൽ പ്രശ്നമുണ്ട്, എൻ്റെ വോയിസ് മോഡുലേഷനിൽ പ്രശ്നമുണ്ട്, എൻ്റെ ഔട്ട്ലൈൻ എവിടെയോ തകരാറുണ്ട്. അതേപോലെ ഐ വാണ്ട് ടു റിമൂവ് സം ഇൻഫർമേഷൻ ആൻഡ് ദ ടൈമിങ്സ് തെറ്റാണ്. ടൈമിങ്സ് 5 മിനിറ്റ് സംസാരിക്കേണ്ടത് ഞാൻ 7 മിനിറ്റ് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പോളിഷ് എന്ന് പറയുന്നത്. ഇത് പബ്ലിക് സ്പീക്കിംഗ് നടത്തുന്നതിന് മുന്നേ ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഈ 4 P's? ആർക്കാണ് പറയാൻ പറ്റുക? വാട്ട് ആർ ദ 4 P's? പ്ലീസ് ടെൽ മീ. പ്ലാൻ, prepare, practice and polish. പ്ലാൻ, പ്രിപ്പയർ, പ്രാക്ടീസ്, പോളിഷ്. ഈ 4 പ്രോസസ്സ് നമ്മളെല്ലാവരും പുതിയതായിട്ട് പ്രസംഗിക്കുന്ന ആളുകൾ, ട്രെയിനേഴ്സ് എന്ത് ചെയ്യണം? നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്തിരിക്കണം. പല ആളുകളും വിചാരിക്കുന്നത് സ്റ്റേജിൽ കയറിയിട്ട് പോയാൽ പ്രസന്റ് ചെയ്താൽ മതി എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഇതിൽ പരാജയപ്പെടുന്നത്. സോ ലെറ്റ് us look when we are presenting what we have to do, when we are performing what we have to do. 3 ബേസിക് തിങ്സ് ആണ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. 1 നമ്മുടെ ബോഡി ലാംഗ്വേജ്, 2 നമ്മുടെ വോയിസ് മോഡുലേഷൻ, 3 നമ്മുടെ പവർ ഓഫ് വേർഡ്സ് ആണ്. മഹാനായ ആൽബർട്ട് മെഹർബാൻ അർമീനിയയിൽ ജനിച്ചു, ഇറാനിൽ ജീവിച്ചു. അവിടുന്ന് പൊറുതിമുട്ടി അമേരിക്കയിലേക്ക് പലായനം ചെയ്ത കമ്മ്യൂണിക്കേഷന്റെ പ്രൊഫസറായിരുന്നു ആൽബർട്ട് മെഹർബാൻ. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരു സ്പീച്ച് നടത്തുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിന് 55% ആണ് ഇമ്പോർട്ടൻറ്റ്. 55%.
അതേപോലെ 38% ആണ് നമ്മുടെ വോയിസ് മോഡുലേഷന്റെ പ്രാധാന്യം. അതേപോലെ വെറും 7% മാത്രമേ വാക്കുകൾക്ക് പ്രാധാന്യമുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഒരു ആർഗ്യുമെന്റ് കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എങ്കിലും ബേസിക്കലി വി ആർ മേക്കിംഗ് ദ സ്കെയിൽ ഓഫ് ദിസ്, ദെൻ വി ആർ കണ്ടിന്യൂയിങ്. ഓക്കെ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു പ്രസന്റ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം: ബോഡി ലാംഗ്വേജ്, വോയിസ് മോഡുലേഷൻ ആൻഡ് പവർ ഓഫ് വേർഡ്സ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് പ്രസന്റിങ്. അപ്പോൾ ഞാൻ ആൽബർട്ട് മെഹർബാനെ പറ്റി കുറിച്ച് പറഞ്ഞു. എന്താണ്, ആർക്കാണ് അത് വായിക്കാൻ പറ്റുക അദ്ദേഹത്തെ കുറിച്ച്? അനീസ മാഡം ഒന്ന് വായിക്കാൻ പറ്റുമോ? ആരാന്ന് വായിക്കുന്നത്? എനിബഡി ക്യാൻ volunteer. When you talk face to face with someone, your tone and body language make up 93 of your message. Yeah. But Great. what? Carry on. Hello. Carry on. വായിച്ചോളൂ. But what happens when you are on the phone, not face to face? അതെ ഫോണിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഫോണിലാണെങ്കിൽ ബോഡി ലാംഗ്വേജ് 0% ആണ്, ആൾക്കാർ കാണുന്നില്ല അല്ലേ? അതേസമയം വേർഡ്സ് 13%. നമ്മുടെ എനർജിയും ടോണും 87% ആണ് ഫോണിൽ സംഭവിക്കുന്നത്. അതേസമയം നമ്മൾ പ്രസംഗിക്കുമ്പോൾ 55% ഈസ് അവർ ബോഡി ലാംഗ്വേജ് ആൻഡ് 38% അവർ ടോൺ ആൻഡ് 7% ഈസ് അവർ വേർഡ്സ്. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ആളുകളും നമ്മൾ പറയുന്നതിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട്, അത്ഭുതപ്പെട്ടു പോയി ഞാൻ രാവിലെയുള്ള പല സ്പീച്ചസ് കേട്ടു. പ്രസന്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഫേസ് കാണിക്കുന്നില്ല. ഒരു ട്രെയിനിങ് നടത്തുകയാണ് ഒരാൾ, ഈസ് നോട്ട് ഷോയിങ് ഹിസ് ഫേസ്. അതേപോലെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ക്യാമറ. അപ്പോൾ ഹൗ മച്ച് ഇൻട്രസ്റ്റഡ് ദേ ആർ. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എടുക്കുന്നവനും ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ എന്തൊക്കെയോ പറയുന്നു, എവിടെയോ നോക്കിയിട്ട് സംസാരിക്കുന്നു. ഒരു എനർജി ഇല്ല, ഒരു എന്തൂസിയാസം ഇല്ല. ഹി ഡോണ്ട് നോ ഹൗ ടു എഡ്യൂക്കേറ്റ് ദ ഓഡിയൻസ്, ഹി ഡോണ്ട് നോ ഹൗ ടു എന്റർടൈൻ ദ ഓഡിയൻസ് ആൻഡ് ഹി ഡോണ്ട് നോ ഹൗ ടു എംപവർ ദം. ഇറ്റ് ഈസ് നോട്ട് ഇൻഫോർമേറ്റീവ്, ഇൻട്രസ്റ്റിംഗ് ഓർ ഇന്ററാക്റ്റീവ്. അങ്ങനെയുള്ള ട്രെയിനിങ് കൊണ്ട് എന്താണ് കാര്യം? അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് 3 കാര്യങ്ങളാണ് പ്രസന്റേഷനിൽ. അതിൽ ഒന്നാമത്തത് ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ലാംഗ്വേജിൽ 10-ന് മേലെ കാര്യങ്ങളുണ്ട്, 20ഓളം കാര്യങ്ങളുണ്ട്. എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് വീഡിയോസിൽ ശ്രീശൻ തയ്യൽ പബ്ലിക് സ്പീക്കിംഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 മണിക്കൂറുള്ള വീഡിയോ കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് മാത്രം സെപ്പറേറ്റ് ക്ലാസ്സുകളുണ്ട്. സോ യു ക്യാൻ ഗോ ത്രൂ ആൻഡ് പ്ലീസ് ലിസൺ. പക്ഷെ സമയക്കുറവ് കാരണം വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ ഇതിൽ പറയുന്നത്. അതായത് ബോഡി ലാംഗ്വേജിൽ നമ്മൾ ആദ്യം വേണ്ടത് നമ്മളെ ഡ്രസ് കോഡാണ്. എൻ്റെ ഡ്രസ് കോഡ് നോക്കൂ, എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആർക്കാ പറയാൻ പറ്റുമോ എൻ്റെ ഡ്രസ് കോഡിനെ കുറിച്ച്? ഇന്ദിരാ മാഡം, എൻ്റെ ഡ്രസ് കോഡിനെ കുറിച്ച് ഇന്ദിരാ മാഡത്തിന്റെ അഭിപ്രായം എന്താണ്? അടിപൊളി അല്ലേ? ഇത് റെയ്മണ്ട്സിന്റെ 28,000 രൂപയുടെ ഒരു കോട്ടാണ് കേട്ടോ. 28,000 റുപ്പീസാണ് ഇതിന്റെ വില. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്രയും കോസ്റ്റ്ലി വേണമെന്നല്ല. വി മസ്റ്റ് ഡ്രസ് വെരി വെൽ. നമ്മൾ ഒരു ട്രെയിനറോ പബ്ലിക് സ്പീക്കറോ ആയിക്കഴിഞ്ഞാൽ വി മസ്റ്റ് നോ ഹൗ ടു പ്രസന്റ് അവർ സെൽഫ്. സെക്കൻഡ് വൺ ഈസ് സ്മൈൽ അല്ലേ? ലാഫർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്നാണ് സായിപ്പ് പറഞ്ഞത് അല്ലേ? ലാഫർ, സ്മൈൽ ഈസ് എ കർവ്, ഇറ്റ് മേക്ക് എവറിത്തിങ് സ്ട്രെയിറ്റ് എന്നാണ്. സ്മൈൽ ഒരു കർവാണ്, പക്ഷെ എല്ലാ പ്രശ്നങ്ങളെയും തീർക്കുന്നത് ആ സ്മൈലാണ്, ആ കർവാണ് അല്ലേ? അപ്പോൾ യു മസ്റ്റ് നോ ഹൗ ടു സ്മൈൽ യുവർ സെൽഫ്. ഞാൻ പല ട്രെയിനേഴ്സിനെയും കണ്ടിട്ടുണ്ട്, ഞാൻ ഷോക്കായി പോയി. ഒന്ന് ചിരിക്കുന്ന പോലുമില്ല, ഭയങ്കര ഗൗരവമാണ്. വന്ന് കയറിക്കഴിഞ്ഞാൽ എന്തോ ബൈഹാർട്ടാക്കിയ പോലെ ഇങ്ങനെ വായിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നു ട്രെയിനിങ്, അവസാനിക്കുന്നവരെ ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദർ ഇസ് നോ ഇന്ററാക്ഷൻ, നത്തിങ് ഇസ് ദർ. എന്തിനാണ് ഇത് നമുക്കൊരു ടാപ്പ് റെക്കോർഡിൽ കേട്ടാൽ പോരെ? എന്തിനായി ട്രെയിനിങ് നടത്തുന്നത്? ട്രെയിൻ ചെയ്യുന്ന ആളെ മുഖം പോലും കാണിക്കുന്നില്ല, ട്രെയിനിങ് അവന്മാരെ മുഖവും കാണിക്കുന്നില്ല. അപ്പോൾ എന്തിനാണ് ഈ ട്രെയിനിങ് നടത്തുന്നത്? നമ്മളൊരു വീഡിയോയിൽ അത് കേട്ടാൽ പോരെ? ഓക്കെ, സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ്, അറ്റ്ലീസ്റ്റ് യു സ്മൈൽ ആൻഡ് ഹാവ് ഗുഡ് ഡ്രസ് കോഡ്. നമ്പർ 3, ഐ കോണ്ടാക്ട്. ഞാൻ ഒരു ട്രെയിനിങ് ഞാൻ കണ്ടു, ഞാൻ പ്രത്യേകിച്ച് ആളെ പേരൊന്നും പറയുന്നില്ല. ട്രെയിനിങ് കണ്ടു, അയാൾ ക്യാമറയിലേക്ക് നോക്കുന്നേ ഇല്ല, ഓഡിയൻസിനെ നോക്കുന്നേ ഇല്ല. അയാൾ എന്തൊക്കെയോ പറഞ്ഞതാണ്. ഒരു സൈക്കോളജിയുടെ ക്ലാസ് ആയിരുന്നു. അങ്ങനെ അതായത് വെൻ യു സ്റ്റാർട്ട് ദ ക്ലാസ് അപ് ടു എൻഡ് അപ്പ്
ഈ നെവർ ലുക്ക് ഇൻ ദ ക്യാമറ. ഓഡിയൻസിന് നോക്കുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ പറയാണ് ഇതിലുള്ള പിന്നെ ഇത് എന്താ പറയണ്ടേ, ഈ സൈക്കോളജി അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ മുഖത്ത് പോലും ആ മനുഷ്യൻ നോക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ നാലാമത് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. നമ്മൾ ചിരി വരുമ്പോൾ മുഖത്ത് അത് ആ ഫീലിംഗ് വരണം. ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഗൗരവം വരുമ്പോൾ അത് വരണം അല്ലേ? അപ്പോൾ യു മസ്റ്റ് ഷോ യുവർ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ട്രെയിനേഴ്സ്. ആൻഡ് ഹാൻഡ് ജസ്റ്റേഴ്സ്. ഞാൻ 5 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 5 P's ഓഫ് പബ്ലിക് സ്പീക്കിംഗ് അല്ലേ? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ആദ്യം ഉള്ളത് എന്താണ്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ OBC, ഓപ്പണിംഗ്, ബോഡി, കൺക്ലൂഷൻ അല്ലേ? ഈ രൂപത്തിൽ വേണം. വി മസ്റ്റ് ഷോ അവർ ഹാൻഡ് ജസ്റ്റേഴ്സ്. പല ആളും പോക്കറ്റിൽ കൈയിട്ട് നിൽക്കുന്ന കാണാം, അല്ലെങ്കിൽ കൈ കെട്ടി ഇങ്ങനെ സംസാരിക്കുന്ന കാണാം. എങ്ങനെയുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഹൗ യു ഫീൽ? ഓക്കെ. പിന്നെ പോസ്ചറാണ്, നമ്മളെ നിൽപ്പ്. ചില ആൾ വളഞ്ഞ കുട പോലെ സ്റ്റേജിൽ വന്ന് നിൽക്കും. ഞാൻ കണ്ടിട്ടുണ്ട് പല ട്രെയിനേഴ്സും ഇങ്ങനെ എന്താ പറയണ്ടേ, ഒരു തളർന്ന് എന്തോ ഒരു ആവശ്യത്തിന് വന്ന് എന്തൊക്കെയോ പറയുന്നു പോകുന്നു, കുറേ ബൈഹാർട്ട് പഠിച്ച് പറയുന്നു പോകുന്നു. അപ്പോൾ പോസ്ചർ ആൻഡ് ദെൻ മൂവ്മെന്റ്. നമ്മൾ ചില ആളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ലെഫ്റ്റ് നിന്ന് റൈറ്റും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും. യു മസ്റ്റ് ലിമിറ്റ് യുവർ പ്രോക്സിമിറ്റി, ദ വേ ഹൗ യു മൂവ്. ദെൻ വോയിസ്, ടോൺ ഇറ്റ്സ് അലൈൻമെന്റ്. നമ്മൾ പറയുന്നതിനനുസരിച്ച് ഗൗരവമുള്ള കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഉറക്കെ പറയേണ്ടി വരും. അതേപോലെ നെർവസ് ഹാബിറ്റ്സ്. ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇവിടെയല്ല ഈ കൈ പല സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്ത് പോകും. അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല അത്. അതേപോലെ എന്തെങ്കിലും റിങ് പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ മൂടി ഇങ്ങനെ തുറക്കുകയും പൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള നെർവസ് ഹാബിറ്റ്സ് യു മസ്റ്റ് അവോയ്ഡ് ഇറ്റ് പ്ലീസ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. Then comes visual aids presentation. When you are presenting anything on your board, please make sure നിങ്ങളുടെ ബാക്ക് ഭാഗം കാണിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ പ്രസൻറ്റേഷൻ ചെയ്യാൻ പാടില്ല. ഡോണ്ട് ഷോ യുവർ ബാക്ക് സൈഡ് ഓർ ബട്ടക്സ് പ്ലീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബോഡി ലാംഗ്വേജിൽ യു മസ്റ്റ് ടേക്ക് കെയർ ഓഫ്. അപ്പോൾ എന്തൊക്കെയാണ് 10-11 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്? ഇന്ദിര മാഡം ഒന്ന് വായിക്കാൻ പറ്റുമോ? What are the 11 things we have to take care of in body language? Dress code, Yeah. smile, Yeah. eye contact, facial Yeah. expression, hand gestures, posture, movements, voice and tone alignment, nervous habits, and visual aids presentation. ഗ്രേറ്റ്, വണ്ടർഫുൾ, വണ്ടർഫുൾ. ഓക്കെ. അപ്പോൾ ബോഡി ലാംഗ്വേജിൽ ഇത്രയും കാര്യം 20 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 11 ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വേണമെങ്കിൽ അത് വിശദമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് സീ മൈ വീഡിയോസ് ഇൻ യൂട്യൂബ്. ഓക്കെ. ഇനി നമ്മൾ വോയിസ് മോഡുലേഷൻ ആണ്. വോയിസ് മോഡുലേഷനിൽ ശബ്ദം ഉയർത്തിയും താഴ്ത്തിയും സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ പഠിച്ചത് BCom കഴിഞ്ഞിട്ട് B.Ed പഠിച്ചത് ഷില്ലോങ്ങിലായിരുന്നു, മേഘാലയ, സെക്കൻഡ് സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന. ഇന്ത്യയിലെ ഇത്രയും മനോഹരമായ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഏത് സമയവും മഞ്ഞിങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അതേപോലെ മഴ പെയ്യുന്നത് ആയിരക്കണക്കിന് മൊട്ടുസൂചികൾ വാരി വിതറുന്ന പോലെയാണ് മഴ പെയ്യുക. അതേപോലെ ഐസ് ക്യൂബ്സ് റോഡിന്റെ ഇരുവശം ഉണ്ടാവും. വെലിങ്ങനെ പൈൻ ട്രീസിന്റെ മേലെ നിറയെ ഐസ് ക്യൂബ്സ് നിറഞ്ഞിട്ട് പച്ച ഈ മരം ഒരു വെളുത്ത ഒരു ട്രീ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു ഭാഗത്ത് അരുവികളാണ്. ഇത്രയും മനോഹരമായ സ്ഥലം ലോകത്ത് തന്നെ ഉണ്ടോന്ന് അറിയില്ല. ഷില്ലോങ്, മേഘാലയ. ഷില്ലോങ് കണ്ടവരാരും കൊണ്ടോ? ഷില്ലോങ് പോയവരാരും കൊണ്ടോ? ജസ്മിൻ മാഡം ഷില്ലോങ് പോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ, കേരളക്കാരൊക്കെ കൂടുതലായിട്ട് പോകുന്നത് B.Ed ഒക്കെ ചെയ്യാൻ പോകുന്നത് അവിടെയായിരുന്നു. അപ്പോൾ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് കോളേജിലാണ്, നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ B.Ed ചെയ്തത്. അപ്പോൾ അവിടെ ഒരു ടീച്ചർ വന്നു, സന്ദീപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ ഹാൻസം, മമ്മൂട്ടിയൊക്കെ തോറ്റുപോകും. അങ്ങനെ ഹാൻസം ആയിട്ടുള്ള, ഈസ് വെരി യങ്, ഒരു 30-32 വയസ്സ്. നമ്മളെ 100ഓളം പെൺകുട്ടികളുണ്ട് ക്ലാസ്സിൽ, ഏകദേശം 100ഓളം ആൺകുട്ടികൾ, 200ഓളം കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടികളൊക്കെ അത്ഭുതത്തോടെ ഈ മനുഷ്യനെ നോക്കുകയാണ്. ഈസ് എ ഹാൻസം ഗായ്. അപ്പോൾ ഈസ് എ ഗോൾഡ് മെഡലിസ്റ്റ്. അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹം തുടങ്ങിയത് ഇങ്ങനെയാണ്: By statistics, we mean aggregates of facts affected to a marked extent by multiplicity of causes enumerated or estimated according to reasonable standard of accuracy. ഇത് മനസ്സിലായോ ജാസ്മിൻ മാഡം? ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒന്നും കത്തിയില്ല. കത്തിയില്ല.
അപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ എവിടെ പോസസ് വരുത്തണം, എവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യണം, എവിടെ വോയിസ് റേസ് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ആദ്യം സൗദി അറേബ്യയിൽ ഞാൻ കുട്ടികളെ അറബ്സിനായിരുന്നു ഞാൻ പഠിപ്പിച്ചിരുന്നത്, ബ്രിട്ടീഷ് കരിക്കുലത്തിൽ അറബികളെയാണ്. സൗദി അറേബ്യയിലും ബഹ്റിനിലും ദുബായിലൊക്കെ അവിടുത്തെ നാഷണാലിറ്റീസിനെയും ബ്രിട്ടീഷുകാരെയൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ അവിടെ റോയൽ ഫാമിലിയിലുള്ള കുട്ടികളെ, സൗദിയിലെ റോയൽ ഫാമിലിയിലുള്ള കുട്ടികളെയും ബഹ്റിനിലെ റോയൽ ഫാമിലിയിലെ കുട്ടികളെയും പഠിപ്പിക്കാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഞാൻ ആദ്യം പോയപ്പോൾ ഭയങ്കര സ്പീഡിലായിരുന്നു സംസാരിച്ചുകൊണ്ട്. അപ്പോൾ കുട്ടികൾ, പ്രത്യേകിച്ച് അറബ്സിന്, അവർക്ക് അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അറബിയിലാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ബിസിനസ് ക്ലാസ് മനസ്സിലാകുന്നില്ല പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ബിസിനസ് എന്താണെന്ന് കുട്ടികളോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബിസിനസ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. ഇറ്റ് ഇൻവോൾവ്സ് പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് എ വ്യൂ ടു ഏൺ പ്രോഫിറ്റ് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി. അപ്പോൾ സർ, വാട്ട് ഈസ് ദാറ്റ്? ബിസിനസ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. വാട്ട് ഈസ് എക്കണോമിക് ആക്ടിവിറ്റി സർ? വാട്ട് ഈസ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നൊക്കെ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ചില സമയത്ത് ആസ് എ സ്പീക്കർ, ആസ് എ ട്രെയിനർ, വി മസ്റ്റ് നോ ഹൗ ടു പോസ് വെയർ ആൻഡ് ഹൗ ടു മേക്ക് സൈലൻസ് ആൻഡ് ഹൗ ടു ഇൻക്രീസ് അവർ വോളിയം. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നീ എന്നോട് ഇത് പറയരുതായിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. ഇത് നിനക്ക് 4 വിധത്തിൽ പറയാം. നീ എന്നോട് ഇത് പറയരുതായിരുന്നു. 4 വാക്കുകളേ ഉള്ളൂ, അല്ലെ? 4 വേർഡ്സേ ഉള്ളൂ. പക്ഷെ 4 അർത്ഥത്തിൽ പറയാം. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നീ എന്നോട് ഇത് പറയരുതായിരുന്നു. അല്ലെങ്കിൽ നീ എന്നോട് പറഞ്ഞ പ്രശ്നം, മറ്റേ അടുത്ത വീട്ടിലെ കുഞ്ഞിരാമനോട് പറഞ്ഞ പ്രശ്നമില്ല. നീ എന്നോട് ഇത് പറയരുതായിരുന്നു. അതേപോലെ നീ എന്നോട് ഇത് പറഞ്ഞ പ്രശ്നം, മറ്റേത് പറഞ്ഞ പ്രശ്നമില്ല. ഇത് പറയരുത്. അതേപോലെ വി മസ്റ്റ് നോ ഹൗ ടു എംഫസൈസ് വേർ വി മേക്ക് പോസസ്, വേർ വി മേക്ക് സൈലൻസ് എന്ന് നല്ല സ്പീക്കേഴ്സ്, ട്രെയിനേഴ്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, സമയക്കുറവ് കാരണം ഞാൻ പോവാണ്. അപ്പോൾ മൂന്നാമത്തതാണ് പവർ ഓഫ് വേർഡ്സ്. നമ്മളെ വാക്കിന് അപാരമായ ശക്തിയുണ്ട്, അല്ലേ? പല ട്രെയിനേഴ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട്, വന്നിട്ട് എന്തെല്ലോ ബൈഹാർട്ട് പഠിച്ചത് അങ്ങനെ പാടി പറഞ്ഞ് അങ്ങ് പോവാണ്. അതായത് വി മസ്റ്റ് നോ ഹൗ ടു എഡ്യൂക്കേറ്റ് അവർ ഓഡിയൻസ്. ഞാൻ നിങ്ങളിപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യാണ്. ഞാൻ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് 11 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ ഓരോ ആളുകൾക്കും അത് പറയാൻ പറ്റും. ആ രൂപത്തിലാണ് ഞാനത് പറഞ്ഞത്, അല്ലേ? അതേപോലെ വി മസ്റ്റ് നോ ഹൗ ടു എഡ്യൂക്കേറ്റ് ആൻഡ് ഹൗ ടു എംപവർ അവർ ഓഡിയൻസ്. നോട്ട് ഓൺലി ദാറ്റ്, വി മസ്റ്റ് നോ ഹൗ ടു എൻ്റർടൈൻ ദം. തമാശകൾ പറയണം, ചിരിപ്പിക്കണം, അല്ലേ? വിഷ്വലൈസ് ചെയ്തിട്ട്, ഞാൻ ഷില്ലോങ്ങിനെ പറ്റി പറഞ്ഞു തന്നു. ഷില്ലോങ്ങിൽ എങ്ങനെയാണ് മഴ പെയ്തത്? ജാസ്മിൻ മാഡം ഓർമ്മയുണ്ടോ? ഷില്ലോങ്ങിൽ എങ്ങനെയായിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത്? ഞാൻ പറയാം, മുട്ടുസൂചി വീഴുന്ന പോലെ. അതെ, 1000 മുട്ടുസൂചികൾ ആകാശത്ത് നിന്ന് വാരി വിതറുന്ന പോലെയാണ്. പെട്ടെന്നാണ് മഴ പെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളെ ഞാൻ അവിടെ പിക്ചറൈസ്, ഐ ആം ഷോയിങ് യു ദാറ്റ്. നിങ്ങളെ ഞാൻ എൻ്റെ കൂടെ അവിടെ ഞാൻ കൊണ്ടുപോയി. അതേപോലെ കൊണ്ടുപോകാൻ ട്രെയിനേഴ്സിന് പറ്റണം. ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ we must be very energetic, very enthusiastic, very empowering, very educating, and very entertaining. We call it 5 E's of public speaking. If you want, please note down: educating, energetic, enthusiastic, empowering, and entertaining. ഈ 5 ക്യാരക്ടർ ഒരു ട്രെയിനർക്ക് ഇല്ലെങ്കിൽ അവൻ ഈ പണിക്ക് പോകാത്ത നല്ലത്. ഞാൻ പല ട്രെയിനിങ് ഞാൻ ദിവസവും കാണാറുണ്ട്, പല ട്രെയിനേഴ്സിൻ്റെയും. പക്ഷെ എനിക്ക് സങ്കടം തോന്നും. വാട്ട് ഈസ് ഹാപ്പനിങ്? എന്തിനാണ് ഇവർ ട്രെയിനർ ആകുന്നതെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഓക്കെ, പവർ ഓഫ് വേർഡ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ലോകപ്രസിദ്ധമായ ലോകത്തിലുള്ള 10 പ്രസംഗങ്ങളിൽ ഒരു പ്രസംഗമാണ് പവർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത്, മുഹമ്മദ് ഖത്താനിയുടെ. നിങ്ങൾ നിർബന്ധമായി ഇത് കേട്ടിരിക്കണം, പവർ ഓഫ് വേർഡ്സ്. അപ്പോൾ അതിൽ ഖത്താനി പറയുന്നത് എന്താണ്? ഇതാരാണ് വായിക്കുക? പ്ലീസ്, ഇന്ദിര മാഡം വായിക്കോ, അല്ല ജിഷ മാഡം, ആരാണ് വായിക്കുക? Words have. Okay, sir. അവിടെ ആയതുകൊണ്ട് കുറച്ച് നല്ലോണം കാണുന്ന ആള് വായിച്ചോളൂ. ആരാണ്? ഞാൻ വായിക്കാം. പ്ലീസ്. Okay, words have power. Words are power. Words could be your power. You can change a life, inspire your nation, and make up this world a beautiful place. Yes. ഇത്രയും മനോഹരമായൊരു പ്രസംഗം എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. മുഹമ്മദ് ഖത്താനിയുടെ ദ പവർ ഓഫ് വേർഡ്സ്.
നിങ്ങൾ എല്ലാവരും ട്രെയിനേഴ്സ് ആണ്, പബ്ലിക് സ്പീക്കേഴ്സ് ആണ്. ഇദ്ദേഹമായിരുന്നു 2015 വേൾഡ് ചാമ്പ്യൻ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ഈ നിർബന്ധമായും നിങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി പോയിട്ട് ഈ സ്പീച്ച് കേൾക്കണം. ആ സ്പീച്ചിന്റെ പേര് അവിടെ എഴുതി വെച്ചോളൂ. പവർ ഓഫ് വേർഡ്സ്. പവർ ഓഫ് വേർഡ്സ് ബൈ മുഹമ്മദ് അൽ ഖത്താനി. ഇതൊരു സൗദി നാഷണാലിറ്റി ആണ്. ഒരു ഐ ടി ആണ് ഇദ്ദേഹം. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് മുഹമ്മദ് ഖത്താനി. ഓക്കെ, അപ്പോൾ നമ്മളെ വാക്കിന്റെ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ വാക്കിന് ശക്തിയില്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിങ്ങിന് പോകരുത്, പബ്ലിക് സ്പീക്കിങ്ങിന് പോകരുത്. ഇന്ന് മുതൽ നിർത്തിക്കളയാം. ഓക്കെ, അപ്പോൾ ലെറ്റ് us go for the next one. Is 5 E. Before that, sorry to interrupt. What are the 5 E's of public speaking? Educating, empowering, energetic, enthusiastic, and Yeah, can you please see the screen? oh, okay, I Entertaining. just got it. Thank you. Educative, enthusiastic, energetic, entertaining and empowering. പല ട്രെയിനേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു തമാശ പോലും പറയത്തില്ല. ഭയങ്കര ഗൗരവമായിരിക്കും. എന്തിനാണ് ഇങ്ങനെ ഗൗരവത്തിൽ വന്നിരിക്കുന്നത്? യു മസ്റ്റ് ഹാവ് സം സെൻസ് ഓഫ് ഹ്യൂമർ. ഒരു തമാശ പറയടൂ, ഒന്ന് ചിരിപ്പിക്കേ. വെറുതെ വന്ന് സബ്ജക്റ്റ് മാത്രം പറഞ്ഞാൽ ഇറ്റ്സ് എൻറ്റയർലി. നമുക്കൊരു വീഡിയോ റെക്കോർഡ് കണ്ടാൽ പോരെ, യൂട്യൂബിലെ ഒരു വീഡിയോ കണ്ടാൽ പോരെ. എന്തിനാണ് നിന്റെ ട്രെയിനിങ്ങിന് നമ്മൾ വന്നിരിക്കുന്നത്? You must know how to entertain your audience. Okay, so please don't forget these 5 E's. Then 3 C's ആണ്. അതെന്താണ്? ക്ലാരിറ്റി വേണം നിങ്ങൾ സംസാരിക്കുമ്പോൾ. When in communication, clarity must be there. Concise means kiss എന്ന് പറയും. Keep it short and simple. Short and simple. ഞാനിപ്പം വളരെ ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടാണ് ഈ വലിയ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. സീക്രട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് 5 Eന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്, അല്ലെ? 5 Pന്റെ കൂടെ. കൺസൈസ് ആൻഡ് കോൺക്രീറ്റ് ആയിരിക്കണം. നമ്മൾ പറയുന്നത് കോൺക്രീറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം നമ്മൾ പറയുന്നത്. അതേപോലെ കോഹറൻറ്റ് ആൻഡ് കംപ്ലീറ്റ് ആൻഡ് കോർട്ടിയസ്. വിനയത്തോടു കൂടി നമ്മൾ നമ്മുടെ ഓഡിയൻസോട് സംസാരിക്കാൻ പഠിക്കണം. നെവർ ഫോർഗെറ്റ് ദിസ്. അതേപോലെ 3 ഐകളാണ് പബ്ലിക് സ്പീക്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് വി മസ്റ്റ് ബി ഇൻഫർമേറ്റീവ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വലിയ ഇൻഫർമേഷൻ, നിങ്ങൾക്ക് ഇതുവരെ കിട്ടാതെ പല ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ തന്നു, അല്ലേ? വി മസ്റ്റ്. പക്ഷേ വെറും പല PhD കിട്ടിയ ട്രെയിനേഴ്സിനും ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഡോക്ടർ എന്നല്ല എഴുതി വെക്കും ഇപ്പുറം DR. പക്ഷേ ഇവന്റെ പ്രസംഗം കേൾക്കാനും ആൾക്ക് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ഒരിക്കൽ കേട്ട രണ്ടാമത് അയാളുടെ ക്ലാസ്സിൽ അവർ കയറത്തില്ല. ഈസ് ഫുൾ ഓഫ് നോളജ്, ഈസ് ഹാവിങ് ഫുൾ ഓഫ് ഇൻഫർമേഷൻ, but he don't know how to present it in an interesting way. So a trainer must know how to present it in an interesting way and interactive. ഞാൻ കുറേ സമയം നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഷില്ലോങ്ങിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത് ഞാൻ ആരോടെ ചോദിച്ചേ? ആരാത് എന്നോട് ഉത്തരം പറഞ്ഞത്? അല്ലേ? അപ്പോൾ യു മസ്റ്റ് ബി ഇൻഫോർമേറ്റീവ്, ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇന്ററാക്റ്റീവ്. ഡോണ്ട് ഫോർഗെറ്റ് ദിസ് 3 as a trainer. Then comes 5 wives and 1 husband. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അല്ലേ? ഇതിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള എത്ര പേരുണ്ട്? ആരും കൊണ്ട് പറയണം. ആരാണ്? ബിജു സാർ കേൾക്കാമോ? അബ്ദുൾ റാഫ് ഒന്നിൽ കൂടുതലുണ്ടോ ആർക്കെങ്കിലും? അബ്ദുൾ റാഫ് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കാം. ഇങ്ങനെ പബ്ലിക് ആയിട്ടൊക്കെ ചോദിച്ചാൽ എങ്ങനെ പറയാ? രഹസ്യമായിട്ടുണ്ടാവും, അല്ലേ? എന്നാ പറയണ്ട. ഓക്കെ, അപ്പോ പബ്ലിക് സ്പീക്കിങ്ങിലെ ഒരു ടേം ആണ് 5 wives and 1 husband. അതായത് വാട്ട് ടു സ്പീക്ക്, വൈ ടു സ്പീക്ക്, വെൻ ടു സ്പീക്ക്, വേർ ടു സ്പീക്ക് ആൻഡ് ഹൂം ടു സ്പീക്ക് എന്ന ഇതാണ് 5 ഭാര്യമാരെ W എന്ന് ആരംഭിക്കുന്നതുകൊണ്ട് ഇതറിയാതെ നിങ്ങൾ സ്റ്റേജിന്റെ മേലെ കയറരുത്. ആസ് എ ട്രെയിനർ ഡോണ്ട് ഗോ ഫോർ ട്രെയിനിങ്. എന്താണ് സംസാരിക്കേണ്ടത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്തിനാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. എപ്പോഴാണ്? വെൻ. അടുത്ത വീട്ടിലെ കുഞ്ഞിരാമട്ടം മരിച്ചു, അവിടെ ചെന്നിട്ട് കുഞ്ഞിരാമട്ടം മരിച്ചല്ലോ എന്ന് നമ്മളെ പറയോ? അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചേ നമ്മൾ സംസാരിക്കത്തുള്ളൂ, അല്ലേ? അതേപോലെ വേർ, എവിടെയാണ്? ചിലപ്പോൾ കലക്ടർമാർ, ചിലപ്പോൾ പിന്നെ കടപ്പുറത്തുള്ള മത്സ്യത്തൊഴിലാളികളോടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ കലക്ടർമാരോടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ടോണും നമ്മുടെ ഡ്രസ് കോഡൊക്കെ മാറ്റണം, അല്ലേ? ഹൂം, ആരോടാണ്? ചിലപ്പോൾ നഴ്സറി സ്കൂളിലെ കുട്ടികളോടാണോ? എല്ലാ പ്രായമുള്ള പെൻഷൻ പറ്റിയ ആൾക്കാരോടാണോ? അതേപോലെ തന്നെ ഹൗ ടു സ്പീക്ക് എന്നത് വ്യക്തമായി അറിയാതെ നമ്മൾ സ്റ്റേജിന്മേൽ കയറാൻ പാടില്ല.
അപ്പോൾ എന്തൊക്കെയാണ് 5 wives and 1 husband? ആരാണ്? റാബിലോ ഷോർ. അതാരാണ് റാബിലോ ഷോർ? പറയൂ, എന്താണ് 5 wives and 1 husband എന്ന് പറയുന്നത്? റാബിലോ വർഷോർ. അത് നിങ്ങളെ പേര് തന്നെയാണോ? റാബി ലവ് ഷോ അങ്ങനല്ലേ സർ? ഇത് നിങ്ങളെ പേര് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ പിന്നെ അവസാനമായി ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് കോച്ച് ആയിരുന്ന ബിഷാൽ സർക്കാർ, അദ്ദേഹത്തിൻ്റെ 27 days പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്ത് 4,15,000 രൂപ കൊടുത്തിട്ടാണ്. 21 ലക്ഷം രൂപ ട്രെയിനിങ്ങിന് ചെലവാക്കിയ ആളാണ് ഞാൻ. ആന്റണി റോബിൻസ് മുതൽ ഇങ്ങോട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ആന്റണി റോബിൻസ് ആണ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ട്രെയിനർ. അദ്ദേഹത്തിന് 3.25 ലക്ഷം രൂപക്ക് സിംഗപ്പൂർ പോയിട്ട് ട്രെയിനിങ് എടുത്ത ആൾ ഞാൻ. എൻ്റെ ഭാര്യ കേട്ടാൽ ഇപ്പം എനിക്ക് അടി കിട്ടും. അവർക്ക് വാങ്ങേണ്ട സാരീൻ്റെ പൈസയാണ് ഞാൻ കൊണ്ടുപോയിട്ട് ട്രെയിനർമാർക്ക് കൊടുത്തത്. അതേപോലെ ഡോക്ടർ പി വിജയൻ്റെ ഒരു അസോസിയേറ്റ് ട്രെയിനറാണ് ഞാൻ. 8 വർഷം മുന്നേ അദ്ദേഹത്തിൻ്റെ ഒരു അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ലോകത്തിലെ 10 ട്രെയിനേഴ്സിൽ ഒരാളാണ് ബിഷാൽ സർക്കാർ. അദ്ദേഹം വാങ്ങുന്ന ഒരു വർഷത്തേക്ക് അദ്ദേഹം പേഴ്സണൽ കോച്ചിങ്ങിന് വാങ്ങുന്ന പൈസ ഞാൻ പറയട്ടെ, എല്ലാവരും കസേരയിൽ ഒന്ന് മുറുക്കി പിടിച്ചിരിക്കണം. പറയട്ടെ, ജാസ്മിൻ മാഡം പറയട്ടെ. 5 കോടി രൂപയാണ് ബിഷാൽ സർക്കാർ ട്രെയിനിങ്ങിന് ഒരു വർഷത്തെ കോച്ചിങ്ങിന് വാങ്ങുന്നത്. 5 കോടി ട്രെയിനിങ് വാങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിരുന്നു ഞാൻ. അപ്പോൾ ബിഷാൽ എപ്പോഴും എന്നോട് പറയും, ശ്രീഷൻ, പബ്ലിക് സ്പീക്കിംഗ് ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് കണക്ഷൻ. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് പെർഫെക്ഷൻ അല്ല, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് കണക്ഷൻ. എങ്ങനെ നമ്മളെ ഓഡിയൻസുമായി കണക്ട് ചെയ്യാം എന്നുള്ളതാണ് പബ്ലിക് സ്പീക്കിങ്ങിൽ ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ടാണ് പല ഡോക്ടർമാരുടെ പ്രസംഗങ്ങൾ കേൾക്കാതെ ആളുകൾ എഴുന്നേറ്റ് പോകുന്നത്. അരമണിക്കൂർ പ്രസംഗം കേൾക്കും, അവർ സബ്ജക്റ്റ് അങ്ങനെ പറയും, വന്ന ഉടനെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ച പോലെ സബ്ജക്റ്റ് കട സൈക്കോളജി മറ്റേത് അതെന്നൊക്കെ പറയും. അവസാനം ഇറങ്ങിപ്പോകുമ്പോൾ ആളുകൾ വിചാരിക്കും, ദൈവമേ ഇത് ഒന്ന് തീർന്നു കിട്ടിയല്ലോ, അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ ഹൂക്ക് ചെയ്യാം എന്ന് ഓരോ പബ്ലിക് സ്പീക്കറും ഓരോ ട്രെയിനറും അറിഞ്ഞിരിക്കണം. ഹൂക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കും. എൻ്റെ വീട് കടപ്പുറം അടുത്താണ്, കണ്ണൂർ അഴീക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്തേ കൂടി പുഴ, സുന്ദരമായ പുഴ, വളപട്ടണം പുഴ ഒഴുകുന്നുണ്ട്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്ലൈവുഡ് ഫാക്ടറി ഉള്ളത്, വളപട്ടണം. അതിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ വൈകുന്നേരം നടക്കാൻ പോവുക ഈ പുഴയുടെ അടുത്താണ്. അപ്പോൾ ഈ പുഴ ചെന്ന് കടലിലാണ് പതിക്കുന്നത്. അപ്പോൾ അവിടെ മീനിൻ്റെ ചൂണ്ടയിൽ മീനിട്ടിട്ട് ഞാൻ മീൻ പിടിക്കാൻ വേണ്ടിയിരിക്കും ചില ദിവസം. അപ്പോൾ നമ്മൾ ഈ ചെമ്മീന് എന്തിനു ചെയ്യും, ഈ ചൂണ്ടൊക്കെ ഇട്ടിട്ടാണ് ഇത് മീനിട്ട് കൊടുക്കുന്നത്. വി വാണ്ട് ഹൂക്ക് മൈ ഫിഷ്. അതേപോലെ നിങ്ങളെ എനിക്ക് ഹൂക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ട്രെയിനേഴ്സായ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ ഹൂക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വിദ്യകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹൗ ടു ഹൂക്ക് യുവർ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്പീച്ച് യൂട്യൂബിലുണ്ട്. ശ്രീഷൻ തായിൽ പബ്ലിക് സ്പീക്കിംഗ് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഹൗ ടു ഹൂക്ക് യുവർ ഓഡിയൻസ്. ഏകദേശം 20ഓളം ഹൂക്കിംഗ് ടെക്നിക്ക് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇഫ് യു വാണ്ട് യു പ്ലീസ് ലിസൺ ദാറ്റ്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഒരു 10 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് നിർത്താം. അപ്പോൾ സമയമായി എന്നറിയാം, അതുകൊണ്ട് നിർത്താൻ പോവാണ്. അപ്പോൾ നമ്മുടെ അതായത് പല സ്ഥലങ്ങളിലും നമ്മൾ ഒരു സ്പീച്ചിന് പോയി കഴിഞ്ഞാൽ ചില ആൾ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഇട്ട് കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കി കളിക്കുന്നുണ്ടാവും. ചില സമയം എഴുന്നേറ്റിട്ട് ടോയ്ലറ്റ് പോകും. മീൻസ് ദേ ആർ ബോറിങ്, ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പോൾ അവരെ എങ്ങനെ ഹൂക്ക് ചെയ്ത് നിർത്താം എന്ന് ഓരോ സ്പീക്കറും അറിഞ്ഞിരിക്കണം. ഇൻട്രൊഡക്ഷനിൽ എന്ത് പറയണം, ബോഡിയിൽ എന്ത് പറയണം, കൺക്ലൂഷനിൽ എന്ത് പറയണം എന്നത് വി മസ്റ്റ് നോ വെരി വെൽ. അപ്പോൾ അതിലത്തെ ആദ്യത്തെ ഹൂക്കിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് why we want to hook them എന്നുള്ളത് ഒന്ന് വായിക്കാൻ പറ്റുമോ ബിന്ദു മാഡം? Why we want to hook our audience, please? 1. Capture immediate attention. 2. Prevent wandering minds. 3. Establish relevance and value. 4. Create a connection. And 5. Set the tone and excitement. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഓഡിയൻസിനെ ഹൂക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിലും ബോഡിയിലും, ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ സ്പീച്ച് തുടങ്ങിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു
ലോകം അറിയപ്പെടുന്ന പബ്ലിക് സ്പീക്കേഴ്സായി മാറണം എന്ന ആഗ്രഹമുള്ള ആളുകൾ കൈപൊന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്പീച്ച് തുടങ്ങിയത് അല്ലേ. അപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തു ഇങ്ങോട്ട് അല്ലേ. വെരി ഗുഡ്. അപ്പോൾ ആ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ തുടങ്ങാം, പ്രോവർബ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം, ഒരു കൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലേ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ ഷില്ലോങ്ങിലെ സ്റ്റോറി നിങ്ങളോട് പറഞ്ഞു, എങ്ങനെ ഷില്ലോങ്ങിൽ എങ്ങനെ മഴ പെയ്യുന്നു നിങ്ങൾക്ക് കാണിച്ചു തന്നു അല്ലേ. അപ്പോൾ 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 സോ ലെറ്റ് us see what are the ways we can hook, how to hook our audience എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നത് നമ്മൾ ചെറിയൊരു ഡിസ്കഷൻ നടത്തും. എല്ലാവരും ഇവിടെ 1 മിനിറ്റ് സംസാരിക്കും, കാരണം നിങ്ങൾ ട്രെയിനേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, യു ആർ ഗെറ്റിംഗ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു പ്രസന്റ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് എന്നുള്ള രൂപത്തിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ. ഇന്ന് പഠിച്ച 10 കാര്യങ്ങൾ നിങ്ങൾ ഈ 5 കാര്യങ്ങൾ നിങ്ങളെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് 1 മിനിറ്റ് നിങ്ങൾ സംസാരിക്കണം. പോരാതെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയും വേണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ലെറ്റ് us go for the 10 hooking techniques please. ആൻഡ് ആരൊക്കെയാണ് ഓരോ ആളായിട്ടൊന്ന് വായിച്ചിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. അബ്ദുൾ റസൂൽ സർ, അബ്ദുൾ സർ ഒന്ന് വായിക്കാൻ പറ്റുമോ? അബ്ദുൾ സർ. The productive question. Provocative, yes, very good. Provocative question, correct. അടുത്ത ആള് വായിച്ചോളൂ. ബിന്ദു മാഡം, ഓരോ ആള് ഓരോന്ന് വായിച്ചാൽ മതി. അടുത്ത ആള് The start means statistic. Yeah, okay. Third one, the powerful quote. Yes. Then fourth one, അടുത്ത ആള് Tell a story. Tell a story, very good. Carry on. അനീസ, ജീൻ, മത്തിൽ, ജിഷ, എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്യൂ. നിങ്ങൾ സുന്ദരമായ മുഖം. ഓക്കെ, എന്താണ് anecdote? What is anecdote? Any idea? Okay, carry on. കഥകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്, നടന്നതോ അല്ലെങ്കിൽ അതെ, നമ്മളെ പേഴ്സണൽ നമുക്ക് ഇമാജിൻ ചെയ്തോ സംഭവം. അതെ, പേഴ്സണൽ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് വേണ്ടിക്ക് പറയുന്നതാണ് അനക്ഡോട്ട് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, പേഴ്സണൽ എക്സ്പീരിയൻസ്. കാരി ഓൺ. അനലോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വിദ്യാഭ്യാസം എന്നത് പറയുന്നത് രേണിപ്പടി പോലെയാണ് എന്നൊക്കെ പറയുന്ന, അങ്ങനെ കമ്പയർ ചെയ്യുന്നതിനാണ് അനലോജി എന്ന് പറയുന്നത്. ഓക്കെ, കാരി ഓൺ. ജീൻ മത്തായി ഒന്ന് വായിക്കൂ. ജീൻ മത്തായി ഒന്ന് കാണട്ടെ, മുഖം ഒന്ന് കാണട്ടെ പ്ലീസ്. ജീനയാണ് അത്. ഓക്കെ ഓക്കെ, നിങ്ങൾ സംസാരിച്ചോളൂ. യു ആർ പബ്ലിക് സ്പീക്കേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ്, സോ യു ആർ ഗെറ്റിംഗ് എ ചാൻസ് ടു ടോക്ക്. സോ പ്ലീസ് ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് റെസ്പോണ്ട് പ്ലീസ്. പാർട്ടിസിപ്പേഷൻ. ഓക്കെ സർ, ഇത് ഞാൻ വായിക്കാം. യൂസ് ആൻ ഇമേജ് ഓർ ഒബ്ജക്റ്റ്. ഇമേജ് കാണിച്ചുകൊണ്ട് ഒബ്ജക്റ്റ് കാണിച്ചുകൊണ്ട് സംസാരിക്കുക അല്ലേ. വെരി ഗുഡ്. അതേപോലെ ഹ്യൂമർ പറഞ്ഞുകൊണ്ട്, തമാശകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാം അല്ലേ. Pause and silence. Okay. How to hook your audience എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് പോയി കാണാം. അതിൽ 20 ഹൂക്കിംഗ് ടെക്നിക്സ് കാണുന്നില്ലല്ലോ. 10th one pause, silence. ഒന്നിക്ക് പോസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൈലൻസ് കൊടുക്കാം. ഞാൻ ഇപ്പം ബിസിനസ്സിൽ ക്ലാസ് എടുക്കാം നിങ്ങൾക്ക്. Business is an economic activity. It involves production, consumption, distribution and exchange of goods and services with a view to earn profit എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ, business is an economic activity. It involves production, consumption, distribution and exchange of goods and services with a view to earn profit എന്ന് ഞാൻ പറയുമ്പോൾ there are pauses, there is a silence, isn't it? I hope അപ്പോൾ കാര്യങ്ങളൊക്കെ പറയും. വളരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്മിൻ മാഡം, നമുക്ക് ഒരു 5 മിനിറ്റ്സും കൂടി എടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോ സർ, നോ പ്രോബ്ലം. ഓക്കെ, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ലോകത്തിലെ 10 പ്രസംഗങ്ങളാണ് ലോകത്തിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലുള്ള ഒരു പ്രസംഗമാണ് നമുക്ക് 1 മിനിറ്റ് മാത്രം കാണാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, അതായത് വേൾഡ് ചാമ്പ്യൻ ആണ്, പബ്ലിക് സ്പീക്കിങ്ങിലെ വേൾഡ് ചാമ്പ്യൻ്റെ ഒരു സ്പീച്ച്, മുഹമ്മദ് ഖത്താനി, എൻ്റെ അടുത്ത സ്നേഹിതൻ്റെ
സ്പീച്ച് 1 മിനിറ്റ് കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. സോ ആർ യു റെഡി ടു ലിസൺ ദിസ്? ജാസ്മിൻ മാഡം ഓപ്പൺ ചെയ്യട്ടെ? Yes, of course. Same, sir. Please welcome our next contestant, Mohammed Quatani, The Power of Words. Mohammed Quatani. What? Oh, you all think smoking kills? Let me tell you something. Do you know that the amount of people dying from diabetes are 3 times as many people dying from smoking? Yet if I pulled a Snicker bar, nobody would say anything. Do you know that the leading cause of lung cancer is not actually a cigarette? It's your DNA. You could smoke for years and nothing will ever happen to you. This whole war against smoking is just to restrict the farming of tobacco. Mr. Contest Chair, fellow Toastmasters and guests, I use these arguments, even though I just made them up, results, 5 of them believed what I said. 2 of them started smoking. Words, when said and articulated in the right way, can change someone's mind. They can alter someone's belief. You have the power to bring someone from the slumps of life and make a successful person out of them, or destroy someone's happiness using only your words. Does that seem a bit too good to be true? A simple choice of word can make a difference between someone accepting or denying your message. You can have a very beautiful thing to say, but say it in the wrong words and it's gone. I have a son who's 4, and he had this bad habit of writing on the walls with crayons. And one evening I walked into his room and he's going at it, just writing and drawing and so on. And I said, hey. Are you stupid? Don't you ever do that again. And guess what happened? He did it again. Nobody likes to be threatened. Nobody likes to be intimidated. His pride would not allow it. He did it again just to spite me. A week later, I walked into his room and again, he's going at it. And this time, he was even looking at me. Came down and said, "Sweetie, come here. Don't do that. You're a big boy now." And he never did it again. Because his pride wants him to be the big boy. Have you ever wondered why nobody cares about global warming, even though it's a very serious issue? It could kill all of us. Because when you go home, when you flip on the TV, and you see a scientist trying to talk about global warming, it goes something like this. Ladies and gentlemen, as you can see from the graphs here, that the statistics for 2014, it shows the water level is rising. This table shows that the monodioxide level on the 3rd ozone layer is in a very alarming position. He picked up the phone, called his dad. "Dad, I got straight A's. Are you proud? Please tell me you're proud, Father." "Yeah, listen, son,
I'll have to call you back. I'm busy. I'm busy was the single sentence that broke the camel's back. And he started drinking, doing drugs, hanging out with the wrong crowd. Now, so why? Why are you throwing your life away? If the one person in the world that I care about the most doesn't care, then why should I? And one evening I got the phone call. Nasser's in the emergency room. Drug overdose. I rushed to that hospital. I saw him on that bed, and I saw that machine go beep, beep, beep. And I saw doctors try to bring him back to life. Clear! 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 It's clear that a single word could have saved this life. Words have power. Words are power. Words could be your power. You can change a life, inspire a nation, and make this world a beautiful place. Isn't that what we all wanted? Isn't that what we are all in this hall? Your mouth can spit venom, or it can mend a broken soul. Ladies and gentlemen, let that be our goal. Counter, sir. ഇത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും ഈ സ്പീച്ച് കേൾക്കണം. ദ പവർ ഓഫ് വേർഡ്സ്, അതായത് 2015 വേൾഡ് ചാമ്പ്യൻ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആണ്. പോരാതെ ടോസ്റ്റ് മാസ്റ്റർ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ചേരണം. ട്രെയിനേഴ്സ് ആയ നിങ്ങളൊക്കെ, അതായത് ലോകം കണ്ട സീറോയിൽ നിന്നും ഹീറോ ആയി മാറിയ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കറുത്ത മനുഷ്യന്റെ പേരെന്തായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റ്, കറുത്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് ഒബാമ. ഒരു ആഫ്രിക്കയിൽ ജനിച്ച മനുഷ്യനാണ്, മഹാദാരിദ്ര്യത്തിൽ വളർന്ന ഒരു മനുഷ്യൻ അല്ലേ. പക്ഷെ അദ്ദേഹത്തെ ലോകത്തിൽ അറിയപ്പെട്ടത് അദ്ദേഹത്തിന് ഒരൊറ്റ പ്രസംഗം കൊണ്ടാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി മാറിയത്. അദ്ദേഹം ഒരു ടോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. ലോകം കണ്ട വലിയ വലിയ ലീഡേഴ്സ് ഒക്കെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളും ഒരു ടോസ്റ്റ് മാസ്റ്ററായി മാറണം. ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ നിങ്ങൾ ചേരണം. 4 രാജ്യങ്ങളിലെ ഒരു ടോസ്റ്റ് മാസ്റ്ററാണ് ഞാൻ. ഒരു കോമ്പറ്റന്റ് കമ്മ്യൂണിക്കേറ്റർ ആണ്. അപ്പോൾ അവരാണ് ലോകത്തിലുള്ള പബ്ലിക് സ്പീക്കേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇത് 38,213 ആളുകളുമായിട്ട് 130 രാജ്യങ്ങളിലെ ആളുകളുമായിട്ട് മത്സരിച്ചിട്ടാണ് നമ്മുടെ മുഹമ്മദ് ഖത്താനി ഈ വേൾഡ് ചാമ്പ്യൻ ആയത്. അദ്ദേഹത്തിന്റെ ആ സ്പീച്ച് നിങ്ങൾ നിർബന്ധമായി കണ്ടിരിക്കണം. ദ പവർ ഓഫ് വേർഡ്സ്, മുഹമ്മദ് ഖത്താനി, എന്നിട്ട് 2015 വേൾഡ് ചാമ്പ്യൻ. എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ആണ്, അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡ്, അദ്ദേഹത്തിന്റെ ഐ കോണ്ടാക്ട്, അദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അദ്ദേഹത്തിന്റെ ഹാൻഡ് ജെസ്റ്റേഴ്സ്, എങ്ങനെയാണ് അദ്ദേഹം ഓരോ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റേജ് മൂവ്മെന്റ്, ഇതൊക്കെ നിങ്ങൾ ഇന്നു മുതൽ പഠിക്കണം, ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് 5 കാര്യങ്ങളാണ്. എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ പോളിഷ് ചെയ്യണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നത് ഞാൻ നിങ്ങളോട് സമ്മറൈസ്ഡ് ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. പോരാതെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും മിനിമം 100 ആളുകളെങ്കിലും ഉണ്ടാവും ഒരു പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാം വെച്ചാൽ. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി, പിന്നെ എന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. കാരണം ഇത്രയും ആളുകൾക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ എനിക്ക് ഐ ആം പ്രൗഡ് അബൌട്ട് ദാറ്റ്. പിന്നെ പോരാതെ ഈ 13 ആളുകളും ഓരോ മിനിറ്റ് വന്നിട്ട് ഇവിടെ സംസാരിക്കണം. കാരണം എന്താണ് നിങ്ങൾ ഇന്ന് പഠിച്ചതിനെ കുറിച്ച്, അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നല്ല പബ്ലിക് സ്പീക്കേഴ്സും ട്രെയിനേഴ്സും ആയി മാറുന്നത് നിങ്ങൾ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ, നിങ്ങൾ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ. സോ this is a chance, when you are getting camera, speak, come and speak in front of the camera.
അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഓരോ ആളുകൾ നിർബന്ധമായിട്ട് വന്നിട്ട് 1 മിനിറ്റ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഐ ആം ഇൻവൈറ്റിംഗ് യു. സോ ആദ്യം ആരെയാ വിളിക്കുന്നത്? ലേഡീസ് ഫസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ലേഡീസ് ആദ്യം വന്നോട്ടെ. ഇനി തിരക്കിട്ടിട്ട് പോട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വരാം. ജാസ്മിൻ മേഡത്തിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ജാസ്മിൻ. എന്നെ സംസാരിക്കാൻ ക്ഷണിച്ചതാണോ? അല്ല, ജാസ്മിൻ മേഡം ഓരോ ആളുകളെ വിളിച്ചിട്ട് അവരോട് ഓരോ മിനിറ്റ് സംസാരിക്കാൻ പറയണം. ഓക്കെ, ഹായ് സർ. പറഞ്ഞോളൂ. എൻ്റെ പേര് ഇന്ദിര എന്നാണ്. ഞാൻ മലപ്പുറത്താണ് സ്വദേശം. ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അതായത് നമ്മൾ ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഓരോ അറിവുകൾ, പുതിയ പുതിയ അറിവുകളാണല്ലോ കിട്ടുക. അപ്പം ഇതിൽ നിന്ന് എനിക്ക് എന്ത് അറിവ് കിട്ടും എന്നുള്ളതായിരുന്നു ഞാൻ നോക്കിയത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു സാറ്. ക്ലാസ് അത്രയും യൂസ്ഫുള്ളായി. പബ്ലിക് സ്പീക്കിങ്ങിൽ നമ്മൾ എത്രത്തോളം നമ്മളുടെ ബോഡി ലാംഗ്വേജും പിന്നെ വോയിസ് മോഡുലേഷനും മൂവ്മെന്റ്സും എല്ലാം എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് അത്രയും സിമ്പിളായിട്ടും വളരെ വ്യക്തമായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കി തന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഇന്ദിര മാഡം. ഓക്കെ ഇന്ദിര മാം, താങ്ക് യു മാം. പേര് പോലും വിളിക്കുന്നതിന് മുന്നേ വന്നു. സോ അപ്രീഷിയേറ്റ്. താങ്ക് യു മാം. നെക്സ്റ്റ് ഹൂ ഈസ്? ഹലോ സർ, ഞാൻ ലുപ്ന. സാറിനൊപ്പം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആക്ച്വലി എനിക്ക് പേഴ്സണലി ഞാൻ എപ്പോഴും നോളജ് ഗെയിൻ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ മിക്ക വെബിനാർസും അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് എന്താ പറയാ, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി അമേസിങ്. ആക്ച്വലി ഐ എം സ്പീച്ച്ലെസ്. എനിക്ക് അത്രയും സാറിന്റെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാല് വെരി ഇൻക്രെഡിബിൾ ആയിരുന്നു. അത്രയും ബെനഫിഷ്യൽ ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. ഓക്കെ, നമുക്ക് സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാറിന്റെ ക്ലാസ്സിന്റെ ആ ഒരു വാല്യുബിൾ ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് തരാനുള്ള ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരൊറ്റ വാക്കിൽ, ഒരു കടലിനെ സാറ് നമുക്കൊരു കുപ്പിയിലാക്കി തന്നു അല്ലെ? ഒരു കടല് പോലത്തെ ഒരു വളരെ വലിയൊരു ഇതാണ് സാറ് നമുക്കൊരു കുപ്പിയിലാക്കി നമ്മുടെ കയ്യിൽ തന്നു എന്നാണ് പറയാം. അതായത് ഈ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് മാത്രം നമുക്ക് 1-2 ദിവസം ക്ലാസ് എടുത്താൽ തീരാത്തത്രയും ഉണ്ട് ബോഡി ലാംഗ്വേജിനെ കുറിച്ച് മാത്രം. അതുപോലെ ടോൺ ഓഫ് വോയിസിനെ കുറിച്ച്, പിച്ച്, വോയിസ് മോഡുലേഷൻ, അതിനെ കുറിച്ച് മാത്രം. പിന്നെ നമ്മൾ ഈ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത്, ഏത് സാറ് പറഞ്ഞ ഓരോ പേജിലെയും കാര്യങ്ങള് ഓരോ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്ക്, ഓരോ ദിവസത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ആ കടല് പോലത്തെ ആ ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ സാറ് വളരെ ചുരുക്കി ഒരു കുപ്പിയിൽ അടച്ചൊരു ബോട്ടിലാക്കി നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ ഇത് സാറ് പറഞ്ഞതുപോലെ സാറിന്റെ യൂട്യൂബ് ചാനലിൽ ഓരോ ക്ലാസ്സുകളും ഉണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾ പോയി കാണണം. അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിങ്ങിലേക്കും അതുപോലെ ട്രെയിനിങ് മേഖലയിലൊക്കെ വന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ് അത്. ഒരിക്കലും ഇവിടെ നമ്മൾ സാറിന്റെ യൂട്യൂബ് ചാനലിന് റേറ്റിംഗ് കൂട്ടാനോ അങ്ങനെ ഒന്നും പറയുന്നതല്ല, നമുക്ക് പഠിക്കാൻ വേണ്ടി. ഞാനും അത് ഇപ്പൊ ഫോളോ ചെയ്യുന്നു. സാറിനെ പോലെ ഒരാള് നമ്മുടെ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പ്രൗഡാണ്. ഞാൻ എന്റെ ഫാദറിനോട് സാറിന്റെ പ്രൊഫൈൽ കാണിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹമൊക്കെ എന്റെ ക്ലാസ്സിലുണ്ട് എന്ന് പറഞ്ഞപ്പോ, നമ്മുടെ ട്രെയിനർ കോഴ്സിലുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ ഫാദറിനെ തന്നെ വലിയ അതിശയായിപ്പോയി. എങ്ങനെയാണ് ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത്, ഇവരെയൊക്കെ എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചു. നമ്മൾ എങ്ങനെയോ സാറിനെ കോണ്ടാക്ട് ചെയ്ത് അതിലേക്ക് നമ്മുടെ ഇതിലേക്ക് വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഫാദർ എന്ന നിലയിൽ ഒരു മകളോട് ഒരു പ്രൗഡ് ഫീല് മുഖത്ത് വിരിയുന്നത് ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെ ഒരു മൊമെന്റ് കൂടി സാറിനെ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പലരോടും പറയാറുണ്ട്, ഇങ്ങനെ ഒരു വലിയ പബ്ലിക് സ്പീക്കിംഗ് കോച്ചൊക്കെ എന്റെ ക്ലാസ്സിൽ ഉണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ബിടായി പറഞ്ഞ് നടക്കുന്നുണ്ട്. അതെ, അങ്ങനെയൊക്കെ ഒരു ഹാപ്പിനെസ് നമുക്കുണ്ട്. അപ്പൊ ഇവരെ കൊണ്ട് നമ്മൾ സ്റ്റുഡൻസ് എന്ന മൊമെന്റ് ആണ് ഇതൊക്കെ. അതുപോലെ ഓരോ ആൾക്കാരും. ഓക്കെ, എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ ഈസ് അൺസ്റ്റേബിൾ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. കണക്ഷൻ കുറച്ച് അൺസ്റ്റേബിൾ ആയി. ഓക്കെ, അപ്പോ ഇത്രയും സമയം സാറിന്റെ ക്ലാസ്സുകൾ ആദ്യം മുതലേ ഉണ്ടായിരുന്നവരൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. നമ്മുടെ സമയം
ഈ 7 മണി ടൈം എന്ന് പറയുന്നത് പലർക്കും നടക്കുന്ന ടൈമാണ്. 8 മണിക്ക് ശേഷം നടക്കുക. അപ്പൊ കൂടുതൽ ആൾക്കാരും ഈ നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയാലും വിംബിൾ അക്കാഡമി ട്രെയിനിങ് ഗ്രൂപ്പിലുള്ളവരായാലും ഒക്കെ ക്ലാസ്സുകൾ കേൾക്കുന്നവരും പഠിക്കുന്നവരും ഒക്കെയാണ്. അതുകൊണ്ട് ഇവര് സമയം പോലെ റെക്കോർഡ് കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആൾ ഇത്രയും കുറഞ്ഞു പോയത്. പക്ഷെ എനിക്കും ഇത്രയും നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഈ പബ്ലിക് സ്പീക്കിംഗ് കോച്ചിന്റെ ക്ലാസ്സിൽ ആളുകൾ കുറഞ്ഞു പോയതിൽ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ സംഭവം ഇതാണ്, നമ്മൾ 7:30ക്കാണ് ആദ്യമൊക്കെ ക്ലാസ്സുകൾ വെച്ചിരുന്നത്. അപ്പൊ സമയം മാറ്റിയപ്പോഴത്തേക്ക് കുറച്ച് ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത് റെക്കോർഡ് സെഷൻ പലരും കാണും. അത് കണ്ടിട്ട് പിന്നീട് നമ്മളോട് അഭിപ്രായം പറയുന്നവരും ഉണ്ട്. അപ്പോ എന്തായാലും വളരെ ഇത്രയും സമയം നമുക്കൊരു മടുപ്പ് പോലും തോന്നാതെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം പഠിച്ചിട്ട് വന്ന് കാണാതെ പറയുന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും ഇതിനോടകം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സാറ് ഒരൊറ്റ പാക്കേജ് ആയിട്ട് നമുക്ക് കയ്യിലേക്ക് തന്നിരിക്കുന്നത്. ഇത് മാത്രം പഠിച്ചത് കൊണ്ട് പബ്ലിക് സ്പീക്കിംഗ് എങ്ങും എത്തില്ല. അതൊരു കടൽ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. സാറിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. എനിവേ ഇവിടെ ക്ലാസ് അവസാനം വരെ കണ്ടിരുന്നവർക്കും ഇന്ററാക്ട് ചെയ്തവർക്കും അതുപോലെ നമുക്ക് ഇത്രയും സമയം നല്ല ഇതായിട്ട് ക്ലാസ് എടുത്ത് തന്ന എല്ലാ തിരക്കിനിടയിലും ഓടി വന്നിരുന്നിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ 1 മണിക്കൂർ സാറ് ഈ 1.5 മണിക്കൂർ നമ്മൾ ക്ലാസ് എടുത്ത സാറിന് പ്രത്യേകം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ട്രെയിനേഴ്സ് ടോക്കിൽ മറ്റൊരു ട്രെയിനറുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു വെരി മച്ച്. സോറി, ആരോ അതില് കുറച്ച് നേരത്തെ സംസാരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അദ്ദേഹത്തോടെ ഒന്ന് ഓപ്പൺ ആക്കി സംസാരിച്ചോട്ടെ. പറഞ്ഞോളൂ. എന്റെ പേര് അബ്ദുൽ റൌഫ് എന്നാണ്. ഞാൻ ഈ ട്രെയിനേഴ്സിന്റെ ടോക്ക് ഉള്ളത് എൻ്റെ 6:30ക്കാണ് രാവിലെ. അപ്പൊ എനിക്കത് മിസ്സാവാറുണ്ട്. ഇന്നിപ്പം ശ്രീഷൻ സാറിന്റെ ക്ലാസ് ആണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് കയറിയതാണ്. നല്ല സെഷനായിരുന്നു. ഞാൻ നോർമലി ഫോളോ ചെയ്യുന്ന 2 പബ്ലിക് സ്പീക്കേഴ്സ്, ഒന്ന് സൈമൺ സിനാക്ക് എന്ന് പറയും, പിന്നെ ജോസഫ് അന്നക്കുട്ടി ജോസ്. ഇവർ 2 പേരും. അപ്പൊ ഇന്ന് സാറ് സെഷനിലെടുത്ത എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ സ്പീച്ച് അത്ര ഇൻട്രസ്റ്റിംഗ് ആവുന്നത് എന്നുള്ളത്. അവർ ബിഗിനിങ് ടു എൻഡ് അവർ ഫോളോ ചെയ്യുന്നത് സാർ ഇപ്പം ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും നല്ല സെഷനായിരുന്നു. താങ്ക് യു. ഞാൻ ജാസ്മിൻ മാമിനോട് പറഞ്ഞിരുന്നു അടുത്ത ട്രെയിനേഴ്സ് ഇതിനകത്ത് ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല സെഷനായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു ഫോർ ദ വാല്യുവബിൾ ടൈം ആൻഡ് എഫേർട്ട്, ഓൾ ദ പോയിന്റ്സ്, എവറിത്തിങ്. അപ്പോൾ നിങ്ങൾ ബാക്കി പറയുന്ന ആള് ഇത് ഓപ്പർച്യൂണിറ്റി ഉള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഇടണം. പോരാതെ ഇതിന്റെ റെക്കോർഡിങ്ങും ജാസ്മിൻ മാഡം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ അവർക്കതൊരു ബെനിഫിറ്റ് ആയിട്ട് മാറും എല്ലാവർക്കും, പ്രത്യേകിച്ച് ട്രെയിനേഴ്സ് ആണല്ലോ എല്ലാവരും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. റെക്കോർഡ് അവൈലബിൾ ആണ്. റെക്കോർഡ് വരുമ്പോഴത്തേക്ക് ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. അതുപോലെ നിങ്ങൾ ഗ്രൂപ്പ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിന്റെ ഫീഡ്ബാക്കുകൾ അവിടെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ.